പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 2026 വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ പാപത്തിൽ നിന്ന് ഉദ്ധരിക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഉജാതനായി, മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് മധ്യസ്ഥ ചെയ്യുന്ന ആ കർത്താവ് വീണ്ടും വരാമെന്ന് വാക്കു പറഞ്ഞിട്ടാണ് നമ്മുടെ അടുക്കിൽ നിന്നും പോയത്. എന്നാൽ ഈ നിമിഷം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഈ സമയക്കാലം നിൽക്കുന്നത്, കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കർത്താവിൻ്റെ സന്തോഷ വർത്തമാനത്തെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ സ്നേഹം എങ്ങനെ മറ്റുള്ളവരിൽ എത്തിക്കാം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നിങ്ങളുടെ അടുക്കിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. മറ്റുള്ളവർ സ്നേഹിക്കുന്നത് പോലെയല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. മറ്റുള്ളവർ കരുതുന്നത് പോലെയല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. മറ്റുള്ളവർ നമ്മളോട് പെരുമാറുന്നത് പോലെയല്ല കർത്താവ് നമ്മോട് പെരുമാറുന്നത്. അവൻ നമ്മോട് ഇടപെടുവാൻ, നമ്മോട് സംസാരിക്കുവാൻ, ആഴമായി നമ്മോട് ഇടപെടുന്ന ഒരു ദൈവമാണ്. ഈ ലോകത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, അനേകർ സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, എത്രയെത്ര കുടുംബങ്ങൾ, എത്രയെത്ര വ്യക്തിജീവിതങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് സ്വയമായി ജീവിതത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥമായ ദൈവസ്നേഹം അവരുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാത്തത് കൊണ്ടാണ് ഇന്നുള്ള ലോകത്തിലെ മനുഷ്യർ മദ്യത്തിലും മയക്കുമരുന്നിലും ആശ്രയം വയ്ക്കുന്നത്. നമ്മുടെ ആശ്രയം ദൈവത്തിലാണെങ്കിൽ നമുക്ക് സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും, ആയുസ്സുണ്ടാകും, ആരോഗ്യമുണ്ടാകും. നാം ഉണ്ടാക്കുന്ന ധനം മറ്റാരും അപകരിച്ചു കൊണ്ടുപോകത്തില്ല. ആശുപത്രിയിൽ കൊടുക്കേണ്ട അവസ്ഥ വരത്തില്ല. മദ്യപാനത്തിനും ലഹരി മരുന്നിനൊന്നും ഉപയോഗിക്കുവാൻ നമ്മൾ ആ പണം ഉപയോഗപ്പെടുത്തില്ല. യഥാർത്ഥമായ ഒരു ദൈവ പൈതലായി മാറിക്കഴിഞ്ഞാൽ, പൂർണ്ണമായി കർത്താവിൻ്റെ കരങ്ങളിൽ എന്നെയും നിങ്ങളെയും ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ അവൻ നമ്മെ പണിയുവാനിടയായിത്തീരും. കർത്താവ് യേശു ക്രിസ്തു സകലമാനവരുടെയും പാവത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്. അവൻ്റെ അവസാനത്തെ തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഊറ്റി നൽകി. അല്ലെങ്കിൽ ഇനി ജനിക്കാനുള്ള തലമുറകൾക്ക് വേണ്ടിയാണ് കർത്താവിൻ്റെ ആ ക്രൂശ് മരണം. ക്രൂശിലൂടെ പ്രകടനമാകുന്ന ആ സ്നേഹത്തെ അവൻ യഥാർത്ഥമായി വെളിപ്പെടുത്തി. ആ സ്നേഹം മറ്റുള്ളവർ എങ്ങനെ തിരിച്ചറിയണം, അല്ലെങ്കിൽ എങ്ങനെ രുചിച്ചറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം അറിഞ്ഞ സത്യം, നാം ദൈവസ്നേഹം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടത്തിൽ, ദൈവം ആരാണെന്ന്, ദൈവം എപ്രകാരമുള്ളവനാണെന്ന് നമുക്കൊരിക്കലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തെ ജീവിച്ചിരിക്കുന്നപ്പോൾ ദൈവം നമ്മുടെ അടുക്കിലേക്ക് സ്നേഹമായി ഇറങ്ങി വന്നു. അവൻ കോപത്തോടെ അല്ല ഇറങ്ങി വന്നത്, അവൻ സ്നേഹത്തോടെ ഇറങ്ങി വന്നു. നമ്മെ സ്നേഹിക്കുവാൻ, നമ്മെ കരുതുവാൻ, നമ്മെ താതനായി, മാതാവായി, എല്ലാറ്റിനുപരിയായി ഒരു നല്ല അപ്പനായി നമ്മോട് കൂടെ ഇരുന്ന അസർവശക്തനായ ദൈവത്തെ പാടി സ്തുതിക്കുവാനും ആരാധിക്കുവാനും ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചു. ലോകം ചിലപ്പോൾ നമ്മളെ പഴിച്ചെന്ന് വരാം, കൂട്ടുകാർ ചിലപ്പോൾ നമ്മളെ നിന്ദിച്ചെന്ന് വരാം, നമ്മുടെ കൂടെ സഹകരിച്ചവരൊക്കെയും നമ്മെ അപമാനിച്ചെന്നിരിക്കാം. പക്ഷെ നമ്മൾ നോക്കേണ്ടത് ആ ക്രൂശിലേക്കാണ്. ആ ക്രൂശിലെ കഷ്ടതകളെ, നിന്ദകളെ, പരിഹാസങ്ങളെ ഒന്ന് ഓർത്താൽ ഇഹത്തിലെ കഷ്ടം സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ചവനായ സർവശക്തനായ ദൈവം പറയുന്നു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു.
എങ്കിൽ നമുക്ക് ജയിക്കുവാൻ കഴിയും. സാത്താൻ്റെ കയ്യിൽ നിന്നും, സാത്താൻ്റെ കോട്ടയിൽ നിന്നും, പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ലോകത്തിൻ്റെ നിന്ദകളോ ലോകത്തിൻ്റെ പരിഹാസങ്ങളോ ഒന്നും നമ്മുടെ ജീവിതത്തെ തകർക്കുവാൻ ഒരിക്കലും ഇടവരത്തില്ല. ലോകം നമ്മെ ചിലപ്പോൾ അപമാനിക്കുവാനും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലവിധമായ പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം. പക്ഷേ അതിനൊന്നും ഞാൻ നിങ്ങളും തളർന്നു പോകരുത്. യേശുവിൻ്റെ സ്നേഹം എത്രമാത്രം കർത്താവിനെ കുറിച്ച് നമുക്ക് പറയുവാൻ അവസരം ലഭിക്കുമോ, ചിലപ്പോൾ നമ്മൾ നിൽക്കുന്നതായ ദേശത്തായിരിക്കാം, നാം ആയിരിക്കുന്ന ചുറ്റുപാടിലായിരിക്കാം, നാം ആയിരിക്കുന്ന ജോലി സ്ഥലത്തായിരിക്കാം, നാം പോകുന്ന ഇടത്തായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ നിൽക്കുന്ന ചില സാഹചര്യങ്ങളിലായിരിക്കാം യേശുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുവാൻ അവസരം ലഭിക്കുന്നത്. എന്നാൽ അവസരത്തെ പാഴാക്കാതെ യേശുവിനെക്കുറിച്ച് പറയുവാൻ നമുക്ക് ലഭിച്ചതായ ആ സന്ദർഭത്തെ നാം അവരോട് പറഞ്ഞ്, യേശു നല്ലവനാണ്, നിങ്ങളെ സ്നേഹിക്കുന്നവനാണ്, അവൻ കരുതുന്നവനാണ്, നിന്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് അവൻ കാൽവരി ക്രൂശിൽ നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടത്. 3 ആണിമേൽ അതിൽ അവൻ്റെ ശരീരത്തെ ഭിത്തി ചീന്തിയിട്ടും അവൻ്റെ ശരീരത്തിൽ നിന്നും രക്തവും വെള്ളവുമായി വാർന്നൊഴുകിയിട്ടും അവൻ പറഞ്ഞത്, പിതാവേ, ഇവർ ചെയ്യുന്ന ഇന്നതെന്നറിയാകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള ആ ക്ഷമയുടെ മനോഭാവമാണ് കർത്താവ്. നമ്മുടെ പാപത്തെ ക്ഷമിക്കുന്ന, നമ്മുടെ അനേകമായ തെറ്റുകളെ ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്. വേറെ ഒരു ദൈവം പറയുന്നില്ല നമ്മുടെ പാപത്തെ ക്ഷമിക്കാമെന്ന്. ഹല്ലേലൂയ. വചനം പറയുന്നു, മഗ്ദലക്കാരത്തി മറിയ അവരുടെ അനേകമായ പാപത്തെ കർത്താവ് ക്ഷമിച്ചതുകൊണ്ട് ഹല്ലേലൂയ അവൾ കണ്ണീര് കൊണ്ട് അവൻ്റെ പാദം കഴുകി തലമുടി കൊണ്ട് തുടയ്ക്കുവണ്ണയായിട്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവളുടെ അനേകമായ പാപത്തെ കർത്താവ് ക്ഷമിച്ചു കൊടുത്തു. താനായിരിക്കുന്ന കാലഘട്ടത്തിൽ മ്ലേച്ഛമായി ജീവിച്ചിരുന്ന ആ സഹോദരി യേശു തൻ്റെ പാപത്തെ ക്ഷമിച്ചപ്പോൾ, യേശു തൻ്റെ പാപത്തെ കഴുകി ശുദ്ധീകരിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, മകളെ, ഇനി നീ പാപം ചെയ്യരുത്, ഇനി നീ തെറ്റിലായ വഴിയിലേക്ക് നീ പോകരുത്, ഇനി നീ തെറ്റായ മാർഗത്തിലേക്ക് നീ പോകരുത്, നിന്നെ ഈ പാപത്തിൽ നിന്ന് ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു. കർത്താവ് നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, മാനവരാശിയുടെ പാപത്തെ ഉദ്ധരിപ്പാൻ വേണ്ടിയാണ് സർവശക്തനായ ദൈവം ഭൂമിയിൽ അവതാരമെടുത്തത്. അവൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പ്രവാചകന്മാർ സങ്കീർത്തന പുസ്തകങ്ങളിൽ ഒക്കെയും പറയുന്നു, കർത്താവിൻ്റെ നാൾ അടുത്തിരിക്കുന്നു. അവൻ്റെ നാൾ ആഗതമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യേശുവിൻ്റെ വരവും യേശുവിൻ്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നമ്മെ മറ്റുള്ളവർ പരിഹസിച്ചിരിക്കാം, കളിയാക്കിന്നിരിക്കാം. അതൊന്നും സാരമില്ല. കർത്താവ് നമ്മെ ഏൽപ്പിച്ചതായ ഒരു ഉത്തരവാദിത്തമുണ്ട്. യേശുവിനെ കുറിച്ച് പറയണം, യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവരിൽ എത്തിക്കണം. അത് ചിലപ്പോൾ നമുക്ക് മാധ്യമങ്ങളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ട്രാക്റ്റുകൾ വിതരണം ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ സുവിശേഷ പ്രചരണത്തിലൂടെ ആയിരിക്കാം നമുക്ക് കിട്ടേണ്ടത് അവസരം ലഭിക്കുന്നത്. എന്നാൽ ആ അവസരങ്ങളൊന്നും പാഴാക്കാതെ കർത്താവിൻ്റെ വരവാസനമായി 2026 അതിവേഗം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജനുവരി തുടങ്ങിയതാ 14ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വർഷവും അതിവേഗം ഓടിക്കൊണ്ടിരിക്കും. എന്നാൽ നാം ഈ നാളുകൾ കർത്താവിന് വേണ്ടി എത്രമാത്രം ഓടുവാൻ നമുക്ക് സാധിക്കുമോ അത്രനാൾ നമ്മൾ ദൈവത്തിന് വേണ്ടി ഓടണം, അധ്വാനിക്കണം. ഹല്ലേലൂയ. അധ്വാനിച്ച് കർത്താവിന് വേണ്ടി വചനം പറയുന്നു, കൊയ്ത്തു വളരെയുണ്ട്, സത്യം, വേലക്കാർ ചുരുക്കമെന്ന് കർത്താവ് പറയും. അതുകൊണ്ട് കൊയ്ത്തിൻ്റെ യജമാനോട് വേലക്കാരനെ അയക്കേണ്ടതിന് യാചിപ്പിൻ എന്ന വേദപുസ്തകത്തിൽ വ്യക്തമായി യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിലൂടെ വിളിച്ചു പറയേണ്ടതായിത്തീരുന്നു. കർത്താവ് പറയുന്നത്, ഹല്ലേലൂയ, അധ്വാനിക്കുന്നവർ, ഭാരം ചുമക്കുന്നവർ എല്ലാവരും ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവ് പറഞ്ഞു, നിന്റെ ഭാരം യഹോവയിൽ വെച്ചു കൊള്ളുക, അവൻ നിന്നെ പുലർത്താമെന്നാണ്. നമ്മുടെ ഭാരം എന്താകട്ടെ, ഏത് രോഗമാകട്ടെ, ഏത് മനവേദനയാകട്ടെ,
ഏത് സങ്കടമാകട്ടെ, ഏത് നിരാശയായിക്കോട്ടെ, യേശുവിൻ്റെ അടുക്കൽ വന്നാൽ നിനക്കൊരു സമാധാനം ലഭിക്കും. നമുക്ക് സമാധാനമില്ലാത്തത് കൊണ്ട് പല വ്യക്തികളും മദ്യത്തിനും മയക്കുമരുന്നിനും ആശ്രയം വയ്ക്കുന്നു. പക്ഷേ അവർക്ക് ഒരിക്കലും സമാധാനം ലഭിക്കുകയില്ല. സമാധാനത്തിൻ്റെ പ്രിയനായ കർത്താവ് ആ സമാധാനം നിനക്ക് തരാനാണ് അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. നിന്റെ കുടുംബത്തിന് സമാധാനം ലഭിക്കുവാൻ, നിന്റെ മക്കൾക്ക് സമാധാനം ലഭിക്കുവാൻ, നിന്റെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നത്. കർത്താവ് പറഞ്ഞു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കും, അതോടുകൂടെ നിങ്ങൾക്ക് സകലം ലഭിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായി വിളിച്ചു പറയുന്നു. എന്നാൽ അവരുടെ രാജ്യവും നീതിയും ഞാനും നിങ്ങളും അന്വേഷിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം മാറ്റുവാനിടയായി തീരും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമെന്ന് ഭക്തൻ പാടി. എന്തുകൊണ്ടെന്നറിയാമോ? ആ സ്നേഹത്തെ രുചിച്ചറിഞ്ഞത് കൊണ്ടാണ്. ആ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നാം ഒന്ന് ഇറങ്ങിച്ചെന്നാൽ, പലരും ബെന്തക്കോസിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ വളരെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും തപ്പിനോടും നൃത്തത്തോടും ഉച്ചനാദമുള്ള കൈത്താളത്തോട് ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ അവർക്ക് ലഭിക്കും. നമ്മൾ പുറമേയുള്ളവർ ദൈവമായി ബന്ധമില്ലാത്തവർ പറയും, അവർ കടന്ന് തുള്ളുന്നുണ്ട്, ചാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എന്താ പ്രയോജനം? പക്ഷേ അവർ പള്ളിയിൽ ഇരുന്നിട്ട് ആരാധിച്ച് ആത്മാവിൽ ബലപ്പെട്ട ദൈവത്തെ സ്തുതിച്ചു പോകുമ്പോൾ അവർക്ക് ഇതുവരെ ലഭിക്കാത്ത, ഈ ലോകത്തിലെ ഏത് മനുഷ്യൻ്റെ അടുക്കൽ പോയാലും കിട്ടാത്ത സമാധാനം, സന്തോഷം ഒക്കെയും അവർക്ക് ലഭിക്കുന്നത് ദൈവാലയത്തിൽ ചെല്ലുമ്പോഴാണ്, അല്ലെങ്കിൽ പ്രാർത്ഥന കൂട്ടായ്മകളിൽ ചെല്ലുമ്പോഴാണ്, അല്ലെങ്കിൽ ഭവന പ്രാർത്ഥനകളിലേക്ക് ചെല്ലുമ്പോഴാണ് ചിലർക്ക് സമാധാനം ലഭിക്കുന്നത്. നമുക്കറിയാം, പ്രാർത്ഥനയുമായിട്ട് ബന്ധത്തിൽ നിൽക്കുന്ന പല കുടുംബങ്ങളിലും സ്വസ്ഥത ചിലപ്പോൾ കാണത്തില്ല. ചിലപ്പോൾ അവിടെ നിൽക്കുന്ന വ്യക്തികൾ ചിലപ്പോൾ ഏതെങ്കിലും മാതാവോ പിതാവോ ആരെങ്കിലും ആയിരിക്കും ദൈവഭാഗത്തിലേക്ക് വന്നവർ. അവർ ആ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് അവിടെ പ്രാർത്ഥനയുമായിട്ട് കടന്നു വരുന്നത്. ഭർത്താവ് വഴക്ക് പറയും, അല്ലെങ്കിൽ ഭാര്യ വഴക്ക് പറയുമോ, മക്കൾ വഴക്ക് പറയുമോ എന്നുള്ള ചിന്തയോടെ വളരെ പേടിച്ച് വിറച്ചുകൊണ്ടാണ് കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് മുട്ടുമടക്കുന്നത്. അങ്ങനെ വന്ന് മുട്ടുമടക്കുന്നവരുടെ പ്രാർത്ഥന സ്വർഗത്തിൽ ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുവാനിടയായിത്തീരും. അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വളരെ എരിവോടെയായിരിക്കാം, കണ്ണുനീരോടായിരിക്കാം അവർ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കുടുംബത്തിൻ്റെ വേദന, എൻ്റെ കുടുംബത്തിൻ്റെ ഭാരം, ദുഃഖങ്ങൾ, നിരാശകൾ, മക്കൾ വഴിതെറ്റിപ്പോയതായിരിക്കാം, കുടുംബജീവിതം ചിലപ്പോൾ ഛിന്ന ഭിന്നമായി പോയിരിക്കാം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നെ തേടിയാണ് യേശു വരുന്നത്. അവൻ നിന്നെ തേടിയാണ്, നിന്റെ അടുക്കിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ അടുക്കൽ വരുവാൻ സ്വർഗത്തിൽ ദൈവം ആഗ്രഹിച്ചത് കൊണ്ടാണ് അവൻ നിന്റെ അടുക്കൽ വരുന്നത്. പാവത്തെ വെറുത്ത് പാവിയെ സ്നേഹിച്ചവനാണ് നമ്മുടെ കർത്താവ്. പാവനമാം പട്ടണത്തിലേക്ക് ആർ കയറി ചെല്ലുവാനിടയായി തീരും. നമുക്ക് ഇന്ന് ലഭിക്കുന്നതായ സൗഭാഗ്യങ്ങൾ, ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഉടുക്കുവാൻ നല്ലൊരു വസ്ത്രമുണ്ടായിരുന്നു, കഴിക്കുവാൻ നല്ല ആഹാരമുണ്ടായിരുന്നു, കിടക്കുവാൻ നല്ലൊരു പാർപ്പിടമുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ ദൈവത്തെ സ്തുതിച്ചിരുന്നു, അപ്പോഴൊക്കെ നമ്മൾ ദൈവത്തെ ശക്തമായി ആരാധിച്ചിരുന്നു. ഒരു ഉടുപ്പുള്ളെങ്കിൽ 2 ഉടുപ്പോ 3 ഉടുപ്പോ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഹൃദയം തുറന്ന് നമ്മൾ ശക്തമായി ദൈവത്തെ ആരാധിച്ചു. ഇപ്പോൾ നമുക്ക് സൗഭാഗ്യങ്ങൾ ലഭിച്ചപ്പോൾ അത്രമാത്രം ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്രമാത്രം ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ? നമ്മൾ ആ കാലഘട്ടത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കി. നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ, അവർക്ക് കുടിക്കുവാൻ ചിലപ്പോൾ ആ സാഹചര്യത്തിൽ വെള്ളമില്ലായിരിക്കാം, മൈലുകൾ താണ്ടിയായിരിക്കും അവർ ഒരു കുടം വെള്ളം എടുത്തുകൊണ്ട് വന്ന് ആഹാരങ്ങൾ പാചകം ചെയ്ത് ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നത്. എന്നിട്ടും ആ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടത്തിലെ ഭക്തന്മാർ ദൈവത്തെ ആത്മാവിൽ ആരാധിച്ചിരുന്നു. ഒരു മേൽക്കൂരയിൽ അല്ലെങ്കിൽ ഓല മേഞ്ഞിരുന്ന കെട്ടിടത്തിൽ അവർ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചിരുന്നു. ഇന്ന് നമ്മുടെ
ആരാധനാലയങ്ങൾക്ക് ഈ എല്ലാ സൗകര്യങ്ങൾ കൂടി. പക്ഷേ ആത്മീയമായ ആരാധനയോടെ ഉയർന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് വ്യക്തമായ ഒരു മറുപടി കൊടുക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ഈ കാലഘട്ടത്തിലും നമുക്ക് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുവാൻ സാധിക്കും. നമ്മുടെ ഹൃദയം തുറന്ന് നമുക്ക് ഒരു വ്യക്തിയോട് നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ വിഷയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭാരങ്ങൾ നമുക്ക് പറയുവാൻ സാധിക്കും. എന്നാൽ നമ്മുടെ സകല വിഷയങ്ങൾ ഇറക്കി വെച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് ചെന്ന് നമുക്ക് നമ്മുടെ സങ്കടങ്ങളെ പറയുവാൻ, ഈ ലോകത്ത് നമ്മുടെ സങ്കടങ്ങളെ, വേദനകളെ, ദുഃഖങ്ങളെ, നിരാശകളെ, മനവേദനകളെയൊക്കെയും അറിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഞാൻ സേവിക്കുന്നതായ കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് ഉറച്ചു പറയുവാൻ കഴിയും. എനിക്കങ്ങനെ ഒരു സമാധാനം ലഭിച്ചു. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത എത്രയെത്ര ദിനങ്ങളുണ്ടായിരുന്നു. രോഗക്കിടക്കയിൽ അല്ലെങ്കിൽ കിടക്കയിൽ കണ്ണുനീരോടും ദുഃഖത്തോടും നിരാശയോടുമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ചില വർഷങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം എന്നെ പുറത്തു കൊണ്ടുവന്നത് ഈ ദൈവസ്നേഹമാണ്. ആ ദൈവമാണ് എന്നെ പിടിച്ചു നിർത്തിയത്. ആ യേശുവിൻ്റെ സ്നേഹം എന്നെ മാടി വിളിച്ചു. ലോകം തരാത്തൊരു സമാധാനം, നിത്യമായ സന്തോഷം എനിക്ക് തന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ആ കർത്താവിനെ എനിക്ക് പാടി സ്തുതിക്കുവാൻ, മഹത്വം കരയറ്റുവാൻ, എൻ്റെ ആയുസ്സിലൊരു ഹല്ലേലൂയ ഒരു ദിവസം കൂടി എൻ്റെ ദൈവം എനിക്ക് നീട്ടിത്തന്നു. എന്തിനാ അവൻ നീട്ടിത്തന്നെന്ന് ചോദിച്ചാൽ, അവനെ പാടി സ്തുതിക്കുവാൻ, അവനെ ആരാധിക്കുവാൻ, അവനെ മഹത്വം കരയറ്റുവാൻ. നിന്റെ ആയുസ്സിന് ഒരു ദിവസം കർത്താവ് നീട്ടിത്തന്നത് എന്തിനെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ, ഒരു ദിവസം കൂടി കർത്താവിനെ പാടി സ്തുതിക്കുവാൻ വേണ്ടിയാണ്. അല്ലാതെ നമ്മുടേതായ ഇഷ്ടത്തിന് പോകുവാനല്ല, നമ്മുടെ വഴി തിരഞ്ഞെടുത്ത് പോകുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവനെ പാടി സ്തുതിക്കുവാൻ, രാജാതിരാജനായി കർത്താവായി വീണ്ടും വരാമെന്ന് നമ്മോട് വാഗ്ദത്തം ചെയ്തവനായ കർത്താവിനെയാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ സാറാഫുകൾ ആരാധിക്കുന്ന ദൈവത്തെ യെശയ്യാപ്രവാചകൻ കണ്ടിട്ട് പറഞ്ഞു, ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങി ഇരിക്കുന്ന സിംഹാസനം ഇരിക്കുന്ന ഞാൻ കണ്ടു. സാറാഫുകൾ ഇരുന്നു കൊണ്ട്, രണ്ടുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്ന്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമി അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന്. സകല ഭൂമിയും, ഒരു ഭൂമിയെന്നല്ല പറയുന്നത്, സകല ഭൂമിയും. ഈ ദേശത്ത് എവിടെയൊക്കെ ഭൂമിയുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന്. ആ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വേദപുസ്തകം പറയുന്നു, ഹല്ലേലൂയ, സ്വർഗം അവിടുത്തെ സിംഹാസനമാണ്. സ്വർഗം കർത്താവിൻ്റെ സിംഹാസനമാണ്. ഭൂമി അവൻ്റെ പാദപീഠമാണ്. നമ്മൾ അവൻ്റെ പാദപീഠത്തിലാണ് ഇരുന്ന് ആരാധിക്കുന്നത്. നാം അവൻ്റെ പാദപീഠത്തിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നാം സ്തുതിച്ചാൽ നമ്മുടെ രോഗങ്ങൾ മാറും. നാം മഹത്വം കൊടുത്തിയിൽ നമ്മുടെ മതവേദനകളെ മാറ്റുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. വേദപുസ്തകത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പറയുവാൻ സാധിക്കും. ലോകത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളുടെ ഒഴുക്കിനനുസരിച്ച് പോകുവാനല്ല ദൈവം നമ്മെ ആരെയും വിളിച്ചത്. യേശുവിൻ്റെ സ്നേഹത്തെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ, വിവരിപ്പാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മറ്റുള്ളവരോട് എങ്ങനെ ആശയ കൈമാറ്റം ചെയ്യുവാൻ കഴിയും. ലോകത്തിലെ നിന്ദകളോ പരിഹാസങ്ങളോ ഒന്നും നമ്മെ തകർക്കുവാൻ ഇടവരുത്തില്ല. ആ സ്നേഹം നമ്മെ മാടി വിളിക്കുകയാണ്. മകനെ, മകളെ, നിന്നെ തേടി യേശുവിൻ്റെ സ്നേഹം നിന്റെ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. നീ നിന്റെ ഹൃദയവാതിൽ ഒന്ന് തുറന്നു കൊടുത്താൽ അവൻ നിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് നിന്നെ സകല സത്യത്തിലും നിന്നെ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവായിരിക്കും. നിന്നെ സ്നേഹിച്ചവർ നിന്നെ ചിലപ്പോൾ പരിഹസിച്ചിരിക്കാം, നിന്നെ മാറ്റി നിർത്തിന്നിരിക്കാം. എന്നാൽ നിന്നെ മാറ്റി നിർത്തുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. നിന്നെ സ്നേഹിച്ചവർ ചിലപ്പോൾ നിന്നെ ഒരു ദിവസം നിന്നെ മാറ്റി നിർത്തും. എന്നാൽ ഈ യേശു നിന്നെ മാറ്റി നിർത്തത്തില്ല. നിന്നെ രോഗക്കിടക്കിൽ നിന്നെ തള്ളിക്കളയത്തില്ല.
നിന്നെ അപമാനിച്ചിറക്കി വിടത്തില്ല. നിന്നെ കൂട്ടുകാർ, നിന്റെ ബന്ധുമിത്രാദികളൊക്കെ നിന്നെ പരിഹസിച്ച സാഹചര്യത്തിൽ നിന്നെ തേടി വന്ന യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് ഒരിക്കൽ കൂടെ നീ ഒന്ന് ഓർത്താൽ, ആരും നിന്നോട് പറയേണ്ട പ്രാർത്ഥിക്കുവാൻ, ആരും നിന്നോട് പറയേണ്ട ആരാധിക്കുവാൻ, ആരും നിന്നോട് പറയേണ്ട ദൈവത്തെക്കുറിച്ച് പറയുവാൻ നിന്റെ ആത്മാവ് കത്തുവാൻ തുടങ്ങും. അവൻ്റെ സ്നേഹത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ, അവൻ്റെ സ്നേഹത്തെക്കുറിച്ചൊന്ന് നീ ഒന്ന് സ്തുതിക്കുമ്പോൾ, അവനാണ് എന്നെ വിളിച്ചു വേർതിരിച്ചത്, കർത്താവിനെ കുറിച്ച് എനിക്ക് പറയുക. 2025 വർഷങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ അവൻ പൂജാതനായി. ആർക്കു വേണ്ടി? എനിക്ക് നിങ്ങൾക്കും വേണ്ടി അവൻ ഇറങ്ങി വന്നു ഈ ഭൂമിയിലേക്ക്. വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്നു. ഹല്ലേലൂയ. സങ്കടങ്ങളും നിരാശകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടായി. എന്നാൽ അതിൻ്റെ നടുവിൽ ഒരു സന്തോഷം പകരുന്നതാണ് ദൈവം. സന്തോഷമില്ലാത്ത ചില വ്യക്തിജീവിതങ്ങളുണ്ട്. എന്നാൽ സന്തോഷം ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഞാൻ സേവിക്കുന്ന ദൈവത്തിലൂടെ നിങ്ങൾക്ക് സന്തോഷം, സമാധാനം ലഭിക്കും. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിലൂടെ നിങ്ങൾക്കൊരു സമാധാനമുണ്ടാകും. സമാധാനമില്ലാത്തവർക്ക് സമാധാനം പകരുന്നവനാണ് ദൈവം. വേദപുസ്തകത്തിൽ പറയുന്നു, മാർത്തയും മറിയയും, ലാസറിന്റെ കുടുംബത്തെക്കുറിച്ച് നമുക്കറിയാം. വേദപുസ്തകം പഠിക്കുമ്പോൾ മാർത്തയും മറിയയും ലാസറിലേക്ക് നമുക്ക് നല്ലതുപോലെ പരിചയമുള്ളതാണ്. എന്നാൽ ലാസർ ഒരു ദിവസം മരിച്ചുപോയി. ലാസർ മരിച്ച ആ കാലഘട്ടത്തിൽ കർത്താവ് അറിയാമായിരുന്നു ലാസർ മരിക്കുമെന്ന്. എന്നാൽ യേശു കർത്താവ് ഏറ്റവും അധികം സ്നേഹിച്ച ഒരു കുടുംബമായിരുന്നു മാർത്തയും മറിയയും ലാസർ. ഏറ്റവും അധികം കർത്താവ് അവരെ സ്നേഹിച്ചിട്ടും കർത്താവായിരുന്ന പട്ടണത്തിൽ 3 ദിവസം പാർക്കുവാനിടയായി. എന്നാൽ ഈ 3 ദിവസം കഴിഞ്ഞിട്ട് കർത്താവ് ആ പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്നു. ലാസർ മരിച്ചു. 3 നാൾ കഴിഞ്ഞു. എന്നാൽ യേശു ആ ഗ്രാമത്തിൽ കടന്നു വന്നപ്പോൾ മാർത്തയും മറിയയും ഉള്ള നൊന്ത് കരഞ്ഞ്, മറിയ വളരെ വേദനയോടെ സങ്കടത്തോടെ ഇരിക്കുന്ന ഒരു നിമിഷമായിരുന്നു ആ സമയം. അപ്പോൾ മറിയനെ ആശ്വസിപ്പിക്കുവാൻ യഹൂദന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കൂടിയിരുന്ന ജനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും അവൾക്കൊരാശ്വാസം ലഭിക്കുകയില്ലായിരുന്നു. തൻ്റെ സ്വന്തം സഹോദരൻ മരിച്ചുപോയി. മാർത്തയും മറിയയും ഉള്ളു നൊന്ത് കരയുന്ന ഒരു കാലഘട്ടത്തിൽ യേശു അവരടുക്കൽ പറഞ്ഞു, കർത്താവേ, നീ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. നീ എപ്പോഴും ഞങ്ങളുടെ അപേക്ഷ കേൾക്കുന്നത് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അവനൊടുക്കത്ത നാളിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നീ വിശ്വസിക്കുക, അവൻ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. 3 നാൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. റോമാ ഗവൺമെൻറ് മുദ്രയിട്ടു, ഒരിക്കലും പുറത്തു വരികയില്ല എന്ന്. എന്നാൽ കർത്താവ് ശിഷ്യന്മാരോട് കൂടി ഇരുന്ന് പറഞ്ഞു, ഞാൻ പോകും. എന്നെ കള്ളന്മാരാൽ പിടിക്കപ്പെട്ട് അവർ എന്നെ തടവിലാക്കും. എൻ്റെ ശരീരത്തിൽ ഹല്ലേലൂയ അവർ ആണികൾ കൊണ്ട് അടയ്ക്കും. തലയിൽ മുൾക്കിരീടമൊക്കെ ചൂടി വന്നൊക്കെ കർത്താവ് മുന്നമേ കൂട്ടി അവരോട് പറഞ്ഞു. പക്ഷേ അവർക്കൊന്നും കേൾക്കുവാനുള്ള മനസ്സിലായി. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ പോകും. നിങ്ങൾ എന്നെക്കുറിച്ച് ദുഃഖിക്കരുത്, നിങ്ങൾ എന്നെക്കുറിച്ച് വിലാപമിടരുത്. ഞാൻ പോയിട്ട് മടങ്ങി വരുമെന്ന്. ഒരിടയ്ക്ക് സന്തോഷവും ഒരിടത്ത് ദുഃഖവുമായിരുന്നു. പക്ഷേ മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ആ സാഹചര്യത്തിൽ ദൈവം ആശ്വസിപ്പിക്കുവാൻ, അല്ലെങ്കിൽ കർത്താവ് ആശ്വസിപ്പിക്കുവാൻ അവരെ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ മാർത്തയും മറിയയും അവിടെ കൂടിയിരിക്കുന്ന
യഹൂദന്മാർ കരയുന്നത് കണ്ടിട്ട് യേശു കണ്ണുനീർ വാർക്കുവാനിടയായിത്തീർന്നു. യേശു കണ്ണുനീർ തുടച്ചു. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവെ വന്ന് കാണുക എന്ന് പറയുകയായിത്തീർന്നു. അവൻ കല്ലറയിൽ വെച്ചിരുന്നു. കർത്താവ് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന യഹൂദന്മാർ കാണുകയും ലാസറെ പുറത്തു വരുവാൻ. കർത്താവ് പറഞ്ഞു, നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേട്ടിരിക്കാൻ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. എന്നാൽ ഇവിടെ നിൽക്കുന്ന ജനം എന്നെ അയച്ചു എന്ന് വിശ്വസിക്കേണ്ടതിന് ദൈവമേ, ഈ മനുഷ്യനിലൂടെ ഒരു പുനർജീവം ഉണ്ടാകട്ടെ. പുതിയൊരു മനുഷ്യൻ അവൻ പുറത്തു വരട്ടെ. അവനെ റൂമൽ കൊണ്ട് അവൻ്റെ ശരീരം കെട്ടിയിരുന്നു. ഹല്ലേലൂയ. അവൻ്റെ ശരീരത്തിൽ റൂമൽ കെട്ടിയിരുന്നു. അവനെ കെട്ടഴിച്ചു വിടുവാൻ സ്വർഗത്തിലെ കർത്താവ് അല്ലെങ്കിൽ യേശു കർത്താവ് പറയുകയായിട്ട് അവന് പുറത്തു വന്നു. ലാസറെ പുറത്തു വരിക എന്ന് യേശു കർത്താവ് ഉറക്കെ വിളിച്ചപ്പോൾ അവൻ പുറത്തു വരികയായിട്ട് മരിച്ച് നാറ്റം വെച്ച് നാലാം നാൾ ഒരിക്കലും പുറത്തു വരികയില്ല എന്ന് ലോകത്തിലെ ജനതകൾ വിധി എഴുതിയ സാഹചര്യത്തിൽ നിന്റെ രോഗക്കിടക്കിയെ മാറ്റി വിധിക്കുവാൻ ഡോക്ടർമാർ ചിലപ്പോൾ നിന്റെ രോഗം നീ ഒരിക്കലും ജീവിച്ചിരിക്കുകയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയാൽ വിധികളെ മാറ്റി എഴുതുവാൻ സ്വർഗത്തിന് ദൈവത്തിന് ഒരു നിമിഷം മതി നിന്നെ പൂർണ്ണമായി സൗഖ്യം തരുവാൻ. നീ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ? സുവിശേഷത്തിൽ വിശ്വസിക്കുന്നുവോ? യഥാർത്ഥമായ ദൈവസ്നേഹമെന്ന് തിരിച്ചറിയുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? നിന്റെ രോഗത്തെ എൻ്റെ ദൈവം സൗഖ്യമാക്കും. നിന്റെ സകല രോഗത്തെയും സൗഖ്യമാക്കുവാൻ അവൻ ശക്തനായ ദൈവമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വിശ്വസിച്ചാൽ, നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ, വായ് കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടുവാനായി. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി വിളിച്ചു പറയും. ഹല്ലേലൂയ. നീ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? അപ്പോസ്തലന്മാർ അവർ തപ്പിനോടും നൃത്തത്തോടും ദൈവത്തെ ആരാധിച്ചു. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസും ശീലാസും അവർ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട സാഹചര്യത്തിൽ അവരെ കൈകൾ ആമത്തിലിട്ട് പൂട്ടി. ഒരിക്കലും അവർ കൈകാലുകളെ ചലിപ്പിക്കുവാൻ കഴിയാതെ വണ്ണം വളരെ പ്രയാസത്തിലൂടെ ആയിരുന്നിട്ടും അവരെ കൈകാലുകൾ ചിലപ്പോൾ ശരീരത്തിൽ മുറിവുകൾ സംഭവിച്ചിരിക്കാം. പക്ഷെ അതൊന്നും അവർ നോക്കാതെ അവർ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ തുടങ്ങി. കാരാഗൃഹം കുലുങ്ങുവാൻ തുടങ്ങി. കാരാഗൃഹ പ്രമാണി എന്ത് ചെയ്യുന്ന വിറയ്ക്കുവാൻ തുടങ്ങി. അവരെ കൈകാലുകൾ കിട്ടിയിരുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീഴാൻ തുടങ്ങി. കാരാഗൃഹ പ്രമാണി സ്വയമായി മരിക്കുവാൻ, ശരീരത്തിൽ കുത്തി മുറിവേൽപ്പിച്ച് വാളുകൊണ്ട് കുത്തി മരിക്കുവാൻ ശ്രമിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അല്ലയോ കാരാഗൃഹ പ്രമാണിയെ, നിന്റെ ശരീരത്തെ മുറിവേൽപ്പിക്കുന്നത് നീ സ്വയമായി മരിക്കരുത്. ഞങ്ങളാരും ഇവിടെ നിന്ന് ഓടിപ്പോയിട്ടില്ല എന്ന് പറയുകയായിത്തീർന്നു. എന്ത് ചെയ്യുന്നറിയാമോ? കാരാഗൃഹ പ്രമാണി അവരുടെ അടുക്കിലേക്ക് വിറച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസും ശീലാസിൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട്, രക്ഷ പ്രാപിക്കുക ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും, നീയും രക്ഷപ്പെടും, നിന്റെ കുടുംബവും രക്ഷപ്പെടുമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയായിത്തീർന്നു. അന്ന് രാത്രിയിൽ തന്നെ കാരാഗൃഹ പ്രമാണി എന്ത് ചെയ്യുന്നറിയാമോ? പൗലോസിനെയും ശീലാസിനെയും കാരാഗൃഹ പ്രമാണിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവരാരാധന ആ ഭവനത്തിൽ നടത്തുവാൻ തുടങ്ങി. അവർ ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ച് അവർ പാടി ദൈവവചനത്തെ സംസാരിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവിടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ മേൽ ഇറങ്ങി വരുന്നിടയായിത്തീർന്നു. അവർ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. ആത്മാവിൻ്റെ ശക്തിയിൽ, ആത്മാവിൻ്റെ ബലത്തിൽ അവർ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അവരെല്ലാം ദൈവത്താൽ നിറയപ്പെടുന്നു. അവിടെ ഇരുന്ന സകല വ്യക്തികൾ മേലും പരിശുദ്ധാത്മാവിൻ്റെ അത്യന്തമായ ശക്തി ഇറങ്ങി വന്ന് സകല വ്യക്തികളെ നിറയ്ക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അവരെ നിറച്ചപ്പോൾ അവർ ആത്മാവിൻ്റെ
ഹാലലിയ തലങ്ങളിലേക്ക്, ദർശനങ്ങളിലൂടെ, കാഴ്ചപ്പാടിലൂടെ, അന്യഭാഷയുടെ തലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് അവരെ കൊണ്ടുപോകുന്നതായിത്തീർന്നു. എന്തുകൊണ്ട്? പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടവരായിരുന്നു. അവർ വിചാരിച്ചു കാരാഗൃഹത്തിൽ ഒതുക്കപ്പെടാമായിരുന്നു. ഞങ്ങളെ കാരാഗൃഹത്തിൽ ഒതുക്കുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കാരാഗൃഹത്തിൽ പ്രമാണിയെ വിടിവിക്കുവാൻ വേണ്ടിയാണ് ദൈവം ഞങ്ങളെ ഈ കാരാഗൃഹത്തിൽ ആമത്തിലിട്ട് പൂട്ടിയിരിക്കുന്നത്. ഞങ്ങൾ പുറത്തു വന്നാൽ ഒരു വലിയൊരു ജനസമൂഹത്തെ വീണ്ടെടുക്കുവാൻ ദൈവം ഞങ്ങൾക്കൊരു വലിയ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു. ആ സ്നേഹത്തെക്കുറിച്ച് പൗലോസും ശീലാസും കുറിച്ച് പറയുവാൻ അവർ മടിച്ചില്ല. അവർ ദൈവത്തിനെ കുറിച്ച് അവർ പറയുവാണ് അവർ ഹൃദയത്തെ ഒന്ന് സമർപ്പിച്ചു കൊടുത്തു. അവർ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തുടങ്ങി. ദൈവത്തിന് വേണ്ടി അവർ അവൻ്റെ ശരീരത്തെ ഇതിന് വേദനകളൊക്കെയും മറന്ന് കർത്താവിനെ കുറിച്ച് പറയുവാൻ ഒരു എരിവ് അവർക്കുള്ള ഹൃദയത്തിൽ കത്തിക്കേറുണ്ടായി. നമുക്കറിയാം, വേദപുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം പഠിക്കുമ്പോൾ മേശമേൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയായിരുന്നു സ്റ്റേഫാനോസ്. ആ മനുഷ്യൻ പരിശുദ്ധാത്മാവ് ശക്തി നിറഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്ന യഹൂദന്മാരോടും ലോകജാതികളോടൊക്കെയും വിളിച്ചു പറഞ്ഞു യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്. ആ സ്നേഹത്തെക്കുറിച്ച് അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് അബ്രഹാമിനെ കുറിച്ച്, സഖാക്കിനെ കുറിച്ച്, യാക്കോബിനെ കുറിച്ച്, മോശയെക്കുറിച്ച്, സമാഗമന കൂടാരങ്ങളെക്കുറിച്ചും ഒക്കെയും ഒരു ആഴമായ വെളിപ്പാട് ഒറ്റ പ്രസംഗത്തിലൂടെ വിവരിക്കുവാനിടയായിത്തീർന്നു. 7-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കറിയാം. ആ 7-ാം അധ്യായത്തിൽ സ്റ്റേഫാനോസിൻ്റെ ഒറ്റ മെസ്സേജിലൂടെ അനേകർക്ക് മാനസാന്തരമല്ല ഉണ്ടായത്, അവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് വരെ കുത്തുകൊണ്ടായിത്തീർന്നു. പക്ഷേ ആ മനുഷ്യൻ്റെ അല്ലെങ്കിൽ സ്റ്റേഫാനോസിൻ്റെ വാക്കിനെ അവർ കേട്ടില്ല. ഇത് കഠിന വാക്കാണ്, നീ ഞങ്ങളെ തെറ്റിക്കുവാൻ നോക്കുന്നൊക്കെ പറഞ്ഞ് സ്റ്റേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുകയായിത്തീർന്നു. എന്നാൽ യേശു കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? സ്റ്റേഫാനോസിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുന്നതായി നമുക്ക് കാണുവാനായി സാധിക്കുന്ന അദ്ദേഹം പഠിക്കും. എന്നാൽ സ്റ്റേഫാനോസിൻ്റെ മരണശേഷം അല്ലെങ്കിൽ റോമാ ഗവൺമെൻറ് അധികാര പത്രം കയ്യിലുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു അപ്പോസ്തലനായ പൗലോസ് അല്ലെങ്കിൽ ശൗൽ. റോമാ ഗവൺമെൻറ്റുമായി വീടുകൾ കയറി സ്ത്രീകളെയും പുരുഷന്മാരെയും സുവിശേഷം പറയുന്നവരൊക്കെയും ബലാത്കാരമായി പിടിച്ച് ബന്ധിക്കുകയും അവരെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ ശൗലിൻ്റെ കയ്യിലായിരുന്നു സ്റ്റേഫാനോസിൻ്റെ വസ്ത്രം കൊടുത്തിരുന്നത്. എന്നാൽ ഭക്തിയുള്ള പുരുഷന്മാർ സ്റ്റേഫാനോസിനെ എന്ത് ചെയ്യുന്നു? അടക്കം ചെയ്തു. എന്നാൽ നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം പഠിക്കുമ്പോൾ സൂര്യനേക്കാൾ വെല്ലുന്ന പ്രഭയോടെ കൂടി കർത്താവ് പൗലോസിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുകയായി. ആ പ്രഭ അവനെ ഒരിക്കലും ഇടിച്ചു നിൽക്കുവാൻ കഴിയാതെ വണ്ണം ആ പ്രഭ വന്ന് അവൻ്റെ മേൽ പതിച്ചപ്പോൾ അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ദൈവസ്നേഹത്തെക്കുറിച്ച് തിരിച്ചറിയാതെ നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്ന് പറയുകയായിത്തീർന്നു. ആ ശക്തമായ ഒരു വലിയ കാഴ്ചപ്പാടിലൂടെ പരിശുദ്ധാത്മാവ് പൗലോസിൻ്റെ അടിയിലേക്ക് ഇറങ്ങി വരുകയായിത്തീർന്നു. എന്നാൽ ദൈവം അവനെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുകയായിത്തീർന്നു. വേദപുസ്തകം പറയുന്നു, അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്ത ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കാറുണ്ട്. നമുക്കറിയാം, ഫിലമോൻ്റെ ലേഖനം പഠിക്കുമ്പോൾ ഒനേസിമോസിനെ കുറിച്ച് വേദപുസ്തകത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഹല്ലേലൂയ. ആ പൗലോസ് ഒനേസിമോസ് തൻ്റെ ഭവനത്തിൽ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒനേസിമോസ് തൻ്റെ കാരാഗൃഹത്തിൽ വെച്ച് പൗലോസിൻ്റെ കാരാഗൃഹത്തിൽ വെച്ച്
രക്ഷിക്കപ്പെട്ട് പൗലോസ് ആത്മീയമായി ജനിപ്പിച്ച ഒരു വ്യക്തിയാണ് ഒനേസിമോസ്. എന്നാൽ ഫിലോമോന് ലേഖനം എഴുതിക്കൊണ്ട് പറയുകയാണ്, ഇവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോഴോ എനിക്ക് നിനക്ക് ഒരുപോലെ ഇവൻ പ്രയോജനമുള്ളവനാണ്. അവൻ നിന്റെ നിന്ന് എന്തെങ്കിലേക്ക് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വരുമ്പോൾ നിനക്ക് തീർത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ലേഖനം എഴുതിക്കൊണ്ട് ഈ മനുഷ്യനെ നീ കൈക്കൊള്ളണം, എൻ്റെ നാമത്തിൽ അല്ലെങ്കിൽ എൻ്റെ പേരിൽ അല്ലെങ്കിൽ ഞാൻ നിനക്ക് തന്നുകൊള്ളാം എന്ന് പറയുന്നിടയായിത്തീരും. പൗലോസിൻ്റെ ആ സ്നേഹം. പൗലോസ് വൃദ്ധനായിരുന്നു, എന്നാലും പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. കർത്താവിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നുണ്ടോ? കർത്താവിൽ നമുക്ക് ആനന്ദിക്കുവാൻ കഴിയുന്നുണ്ടോ? കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ മുമ്പിൽ ഏറ്റവും അധികമായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ ദൈവ സ്നേഹം ഇന്ന് രാത്രിയിലും പകലിലും ഒക്കെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. രാവിലും പകലും നമുക്ക് അനുഭവിക്കുവാൻ സൗഭാഗ്യം ലഭിച്ചപ്പോൾ നമ്മളതിനെയൊന്നും പ്രയോജനപ്പെടുത്താതെ നമ്മുടേതായ ഇഷ്ടത്തിനനുസരിച്ച് പോയാൽ ഒരു ദിവസം ദൈവം നമ്മോട് ചോദിക്കും. ഒരു ദിവസം നമ്മോട് കർത്താവ് ചോദിക്കും, നിനക്ക് ഒരുപാട് സമയം ലഭിച്ചു, ഒരുപാട് സമയം പ്രാർത്ഥിക്കുവാനും ഒരുപാട് സമയം വേദപുസ്തകം വായിക്കുവാനും ഒരുപാട് സമയം ആരാധിക്കുവാനൊക്കെ നിനക്ക് സമയം ലഭിച്ചു, അതൊക്കെ നീ പാഴാക്കിയില്ലേ എന്ന് കർത്താവ് നമ്മോട് നോക്കി ചോദിച്ചാൽ ചോദ്യത്തിന് നമുക്ക് മറുപടി കൊടുക്കുവാൻ സാധിക്കുമോ? ഇല്ല, സാധിക്കത്തില്ല. എന്നാൽ 2026 നമുക്ക് അങ്ങനെ സാധിക്കട്ടെ. പ്രാർത്ഥിക്കുവാൻ, പാടുവാൻ, വേദപുസ്തകം വായിക്കുവാൻ, കർത്താവുമായുള്ള ഒരു ബന്ധത്തിൽ നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. 2026 ദൈവം നമ്മോട് കൂടെ ഉണ്ട്, നമ്മളത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. ആ സ്നേഹം നമുക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെടുകയായിരിക്കും. ആ കർത്താവ് ഇന്ന് നമ്മോട് കൂടെയുണ്ട്. അവൻ്റെ ആ സ്നേഹം നമുക്ക് രുചിച്ചറിയുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മെ അധികമായി സ്നേഹിക്കുന്നു. നമ്മുടെ തലമുറകളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ ഭാവിയെ കരുതുവാൻ ദൈവം സർവശക്തനായ ദൈവമാണ്. പാട്ടുകാരൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ പാടുന്നത് പോലെ, കൂട്ടം വെറുത്തു, കുലവും വെറുത്തു, കൂട്ടുകാരും വെറുത്തു, എന്നാൽ കൂട്ടായിത്തീർന്നെൻ്റെ സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വിടായി എന്ന് പറഞ്ഞില്ല. കഷ്ടകാലത്തും എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. കഷ്ടതയിൽ നമ്മളെ വിട്ട് ഓടിപ്പോകുന്നവനല്ല ദൈവം. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ് ദൈവം. നിനക്ക് രോഗമാണ്, രോഗക്കിടക്കെ അവൻ മാറ്റിയിരിക്കും. നിനക്ക് സഹിക്കുവാൻ കഴിയാത്തതായ ദുഃഖങ്ങളും നിരാശയാണോ നിന്റെ ജീവിതത്തിൽ ഏറെ ഉള്ളത്? എന്നാൽ ദൈവം നിന്നെ അധികമായി നിന്നിൽ നിന്ന് വിടിവിപ്പാനിടയായിത്തീരും. വിടിവിപ്പാൻ കഴിയാതെ വണ്ണ മനുഷ്യപുത്രൻ നീ ആശ്രയിക്കരുത്. കർത്താവ് പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവയിൽ തന്നെ ആശ്രയമായി വെക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. കർത്താവ് പറയുന്നു, ഞാനാകുന്നവൻ ഞാനാകും. ഹല്ലേലൂയ. അവൻ നമ്മോട് പറയുന്നത്, ഹല്ലേലൂയ. മാർത്തയും മറിയയുടെ അടുക്കിലേക്ക് യേശു കടന്നു വന്നത് വെറുതെയല്ല. അവരെ ആശ്വസിപ്പിക്കുവാൻ, നഷ്ടപ്പെട്ടു പോയതിനെ മടക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് അവരടുക്കിലേക്ക് കടന്നുപോയത്. വേദപുസ്തകം പറയുന്നു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. അപ്പോൾ കാണാതെ പോയതിനെ നമുക്കറിയാം. ഒരു സ്ത്രീക്ക് 10 ബ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ എന്ന് വേദപുസ്തകം പറയുന്നു. അതിലൊന്ന് കാണാതെ പോയാൽ അവൾ വീട് മൊത്തം അരിച്ചു വാടി അവൾ ചിലപ്പോൾ അടുക്കളയിൽ അല്ലെങ്കിൽ ഇരിക്കുന്ന മുറികളിൽ നമ്മൾ കിടക്കുന്നതായ പലയിടങ്ങളിലൊക്കെ അടിച്ചു പറക്കി നോക്കി
കാണുന്നത് വരെ തപ്പി 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 നോക്കി നടക്കും. അത് കിട്ടുന്നത് വരെ അന്വേഷിക്കും. വേദപുസ്തകം പറയുന്നത് യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന്. അപ്പോൾ യാചിക്കുന്ന ഏവർക്കും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവർ എന്ത് ചെയ്യും? ദൈവത്തെ കണ്ടെത്തുന്നു. മുട്ടുവിൻ എന്ത് ചെയ്യും? മുട്ടുന്നവർ, ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ വാതിൽ, സ്വർഗീയ വാതിൽ തുറക്കുവാനിടയായിത്തീരും. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഒരു സ്ത്രീ എനിക്ക് ലഭിച്ചതായ ബ്രഹ്മ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ അവൾ വീട് മൊത്തം അരിച്ചു വാരി നോക്കി. അത് കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കാണാതെ പോയ ബ്രഹ്മ എനിക്ക് മടക്കി ലഭിച്ചിരിക്കുന്നു. അങ്ങനെ സഹോദരന്മാരോടൊപ്പം സന്തോഷിക്കുമിടയായിത്തീരും. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യന് 100 ആടുണ്ടെന്ന് ഇരിക്കട്ടെ എന്ന് വേദപുസ്തകം പറയും. അതിലൊന്ന് കാണാതെ പോയാൽ അതിൻ്റെ യഥാർത്ഥ ഉടയൻ, യഥാർത്ഥമായ ആട്ടിടയനാണെങ്കിൽ, യഥാർത്ഥമായ ദൈവസ്നേഹത്തിലുള്ള ഒരു ഇടയനാണെങ്കിൽ ആ മനുഷ്യന് ഏത് ദേശത്തായാലും ഏത് പട്ടണത്തിലായാലും ആ മനുഷ്യൻ മറഞ്ഞിരിക്കുന്നുവെങ്കിൽ ആ മനുഷ്യനെ അന്വേഷിച്ച് കണ്ടെത്തി, കുരുക്കിൽപ്പെട്ടവനാണോ, എന്നാൽ ഏതെങ്കിലും കുരുക്കിൽപ്പെട്ടവനാ, ആ കുരുക്കിൽ നിന്നെല്ലാം നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിനക്കൊരു സമാധാനം തരും, നിനക്കൊരു സന്തോഷം, നിനക്കൊരു ആയുസ്സും ആരോഗ്യവും എല്ലാം തരും. ഹല്ലേലൂയ. വചനം പറയുന്നു, നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്ന് വേദപുസ്തകം വ്യക്തമായി വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ഞാൻ നല്ല ഇടയനെന്ന്. എന്തുകൊണ്ട് കർത്താവിന് നല്ല ഇടയനെന്ന് ചോദിച്ചാൽ, തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ ബലിയായി അർപ്പിച്ചവനാണ് സ്വർഗത്തിലെ ദൈവം. അതുകൊണ്ടാണ് പറഞ്ഞത് ആടുകളുടെ വാതിൽക്കൽ ഞാനാകുന്നു എന്ന്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം പറയുന്നു, ഞാൻ സാക്ഷാൽ മന്ത്രി വള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകും. ഹല്ലേലൂയ. എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകും. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ ചെത്തി വെടിപ്പാക്കും. കായ്ക്കുന്നതൊക്കെ എന്ത് ചെയ്യും? അധികം ഫലം കായ്ക്കേണ്ടത് എന്ത് ചെയ്യും? ചെത്തി വെടിപ്പാക്കുന്നു എന്ന് വിശുദ്ധ വേദ പുസ്തകം വ്യക്തമായി വിളിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ഈ വേദപുസ്തകത്തിലെ ഭാഗങ്ങൾ വായിച്ച് കേൾക്കുന്നവരും അത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്ന് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ഭാഗ്യവാന്മാരുടെ പട്ടികയിലാണോ ഞാൻ നിങ്ങൾക്ക്? വേദപുസ്തകത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുവാൻ സാധിക്കും ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. ഭാഗ്യവാനായി തീരുവാൻ സ്വർഗത്തിൽ എൻ്റെ പേര്, നിങ്ങളുടെ പേര് രേഖപ്പെടുത്തുന്നത് ഒരു ഭാഗ്യമാണ്. കർത്താവ് പറയുന്നു, കർത്താവ് ശിഷ്യന്മാരെ കുറേ പട്ടണങ്ങളിലേക്ക് വിടുവാനിടയായിത്തീർന്നു. അവർ പോയി അവരോട് സുവിശേഷം അറിയിച്ച് അവിടെ രോഗികളെ സൗഖ്യമാക്കി, അവരുടെ ഭൂതങ്ങളെ പുറത്താക്കി. എന്നിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് ശിഷ്യന്മാർ മടങ്ങി വന്നിട്ട് പറഞ്ഞു, കർത്താവെ, ഞങ്ങൾ അവരെ സൗഖ്യമാക്കി, രോഗങ്ങളെ സൗഖ്യമാക്കി, ഭൂതങ്ങളായ വ്യക്തികളെ സൗഖ്യമാക്കി എന്നൊക്കെ കർത്താവ് പറഞ്ഞു. കർത്താവ് ഇതെല്ലാം കേട്ടിട്ട് നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രോഗങ്ങൾ സൗഖ്യമാക്കുന്നത് ശരിയാ, നിങ്ങൾ സുവിശേഷം പറഞ്ഞത് ശരിയാ, പക്ഷേ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്ന എല്ലാ കാര്യവും നിങ്ങളുടെ പേര് സ്വർഗത്തിൽ പുസ്തകത്തിലുള്ളതിനാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്. ആ സന്തോഷം നമുക്ക് ലഭിച്ചിരിക്കുന്നുവെങ്കിൽ, ഏത് പുസ്തകം പറയുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ പാടില്ല. ഇത് മറഞ്ഞിരിക്കുന്നതാണ് സ്വർഗത്തിലെ കർത്താവിൻ്റെ അതിഥി. നമുക്കറിയാം, വേദപുസ്തകത്തിൽ ഒരു മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട് വേദപുസ്തകത്തിൽ. അപ്പോൾ അവിടെ ഏറ്റവും അടുത്തുള്ളത് നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ ഈ അപ്പന് 2 മക്കളുണ്ട്. ഈ അപ്പൻ മക്കളോട് എല്ലാ ദിവസവും പറയും, മക്കളെ, എൻ്റെ വയലിൽ നിങ്ങൾ കൃഷി ചെയ്യണം, അധ്വാനിക്കണം, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യണം, നമുക്ക് പുതിയ സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കണം, പാട്ടത്തിലൊക്കെ ഇടത്തൊക്കെ ചെയ്യണമെന്നൊക്കെ അവരോട് പറഞ്ഞിട്ടും ഈ 2 സഹോദരന്മാർ എന്ത് ചെയ്തറിയാമോ? ഒന്ന് കൂട്ടാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പിതാവ് അവരോട് പറഞ്ഞു, നമ്മുടെ പറമ്പിലൊരു നിധിയുണ്ട്, നിങ്ങളെന്ത് ചെയ്യണം? ആ നിധി കുഴിച്ചെടുക്കണം, നിധി കണ്ടെത്തി നിങ്ങളത് എടുക്കണം. പക്ഷേ അപ്പൻ
വളരെ ബുദ്ധിമാനായ മനുഷ്യനായതുകൊണ്ട് പറഞ്ഞു, ബുദ്ധിമതിയോടെ സംസാരിച്ചു. അവർ അങ്ങനെയെങ്കിലും അവർ കൃഷി ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും രാവിലെ എഴുന്നേറ്റ് തുമ്പയുമായി അപ്പൻ്റെ പറമ്പിലേക്ക് പോയി, അപ്പൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുകയുണ്ടായി. അങ്ങനെ അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട് ഒന്നും കാണുന്നില്ല. അപ്പോൾ അപ്പം പറഞ്ഞു, നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ദിനംതോറും നിങ്ങൾ അധ്വാനിച്ച് ചിലപ്പോൾ ഇവിടെ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് കിട്ടും, നിങ്ങൾ കുഴിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെ അപ്പനെ ഇങ്ങനെ കുഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമൊക്കെ കുഴിച്ചിട്ട് അവർക്ക് നിരാശ. പക്ഷേ അവർ കുഴിക്കുന്നിടത്തെല്ലാം അവർ അപ്പൻ നട്ടിരുന്നതായ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ വളങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മുന്തിരിത്തോട്ടത്തിൽ നട്ടതായ വിത്തുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവർ കുഴിച്ചിടുമ്പോൾ അല്ലെങ്കിൽ ഇവർ മണ്ണ് നീക്കിടുമ്പോൾ ഇതിൻ്റെ പുറത്ത് ചിലപ്പോൾ വീഴും, അതിൻ്റെ പുറത്ത് ചിലപ്പോൾ വളമായി മാറും. അത് 2-3 ദിവസം കഴിയുമ്പോൾ ഈ മുന്തിരിത്തോട്ടം എന്ത് ചെയ്യുന്നറിയാമോ? നല്ല പുഷ്ടിയോടെ വളരുവാൻ തുടങ്ങും. അങ്ങനെ ഒരു മുന്തിരിത്തോട്ടം വലിയൊരു മുന്തിരിത്തോട്ടം പോലെയായി മാറുകയായി. അപ്പോൾ ഇതിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ അടുത്ത് മക്കൾ ചോദിച്ചു, എന്താ അപ്പ നിധി, ഞങ്ങൾ ഇത്രയും നാൾ കൊണ്ട് കുഴിച്ചിട്ട് നിധി കിട്ടുന്നില്ലല്ലോ, നിധി കണ്ടില്ലല്ലോ. മക്കളെ, നിങ്ങളിതാ. അപ്പൻ മക്കളെ വിളിച്ചുകൊണ്ട് ആ മുന്തിരിത്തോട്ടത്തിൻ്റെ അടുക്കൽ നിന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞതായ നീതി തന്നെയാണ്. എന്നാൽ നിങ്ങൾക്കത് ഞാൻ ആദ്യം പറഞ്ഞു തന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ എൻ്റെതായ രീതി നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ അധ്വാനിച്ചു, നിങ്ങൾ അധ്വാനത്തിൻ്റെ ഫലമാണ് നിങ്ങളിത് കാണുന്നത്. അങ്ങനെ അവർ അധ്വാനിക്കുന്നതിൻ്റെ ഫലം കണ്ടപ്പോൾ ഇതാണ് അപ്പൻ പറഞ്ഞ യഥാർത്ഥമായ നീതി. ഹല്ലേലൂയ. മുന്തിരിത്തോട്ടത്തിൻ്റെ ഫലം അവർക്ക് ഭക്ഷിച്ച് തിന്നുവാൻ സാധിച്ചു. വിചാരിച്ചു രാവിലെ എഴുന്നേറ്റ് ആഹാരം കഴിക്കണം, തിന്നണം, കിടക്കണം, ഉറങ്ങണം എന്നുള്ള ചിന്തയിലായിരുന്നു ഇവരൊക്കെ ജീവിച്ചിരുന്നത്. അധ്വാനിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യണമെന്നുള്ളൊരു ചിന്തയല്ലായിരുന്നു. അപ്പനുണ്ടാകുന്നതായ സമ്പാദ്യം മൊത്തവും തിന്ന് അതിനനുസരിച്ച് ജീവിക്കണമെന്നായിരുന്നു അവരാഗ്രഹം. പക്ഷേ ഈ അപ്പൻ അങ്ങനെയല്ല, അങ്ങനെയുള്ളൊരു അപ്പനേ അല്ല. അതുകൊണ്ടാണ് അപ്പൻ പറഞ്ഞത്, നിങ്ങൾ അധ്വാനിച്ചാലേ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കുവാൻ സാധിക്കത്തുള്ളൂ. നാം അധ്വാനിക്കുന്നതിൻ്റെ ഫലം മറ്റുള്ളവർ തിന്നുകൊണ്ട് പോയാൽ എങ്ങനെ ഇരിക്കും? നമുക്ക് ലഭിക്കേണ്ടതായ നന്മ ശത്രു എടുത്തുകൊണ്ട് പോയാൽ എങ്ങനെ ഇരിക്കും? നമ്മുടെ നന്മ ആർക്കും വിട്ടുകൊടുക്കുവാൻ നമ്മൾ ഒരിക്കലും തുനിയരുത്. നമുക്ക് ലഭിക്കേണ്ടതായ നന്മ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും ബലാത്കാരമായി പിടിച്ചു വാങ്ങിക്കണം. ഈ നാളുകൾ നാം ബലാത്കാരമായി ആ ശത്രു നമ്മളെ നന്മ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് നമ്മൾ ബലപ്പെട്ട് ശക്തിപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം? പിടിച്ചു വാങ്ങിക്കണം. ആ ദൈവ സ്നേഹത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ, അതുകൊണ്ടാണ് മുടിയനായ പുത്രൻ്റെ കഥയെക്കുറിച്ച് നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ സാധിക്കുന്നത്. എനിക്ക് വരേണ്ടതായ പങ്ക് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഒരു മടിയുമില്ലാതെ എന്ത് ചെയ്യുന്നറിയാമോ? ഈ ഇളയ മകന് എല്ലാം വിറ്റ് ഇളയ മകന് കൊടുത്തു. അവൻ തൻ്റെ കൂട്ടുകാരോടും സല്ലപിച്ച് വലിയ ബിസിനസ്സൊക്കെ ചെയ്യാമെന്നൊക്കെ പ്ലാനൊക്കെ ചെയ്ത് ഇരിക്കുമ്പോൾ, വലിയ പ്ലാൻ അവർ വിചാരിക്കുന്നത് സാധാരണ ഒരു കയ്യിൽ കുറച്ച് പൈസ ഒന്നും നമ്മൾ വിചാരിക്കുക ആദ്യം ചിന്തിക്കുന്ന ഒരു ബിസിനസ്സൊക്കെ ചെയ്ത് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി അധ്വാനിച്ച് സ്വന്തം കാലിൽ നിൽക്കണം, എന്നിട്ട് അപ്പൻ്റെ മുമ്പിൽ നിലഞ്ഞു നിൽക്കണം എന്നൊക്കെ ആയിരിക്കും ഈ മകൻ്റെ ചിന്ത. പക്ഷേ ഇവൻ പോയതായ വഴി കൂട്ടുകെട്ടുകളൊക്കെയും തെറ്റിപ്പോയി. അവൻ്റെ കൂട്ടുകാർ അവിടെ ഇത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബിസിനസ്സൊക്കെ തുടങ്ങിക്കാണും. ആ ബിസിനസ്സൊക്കെ തുടങ്ങിയതെല്ലാം പൊട്ടി പാളിഷായി, നിരാശയായി, മദ്യത്തിന് മയക്കുന്നതിന് അടിമപ്പെട്ട് അവസാനം ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കുവാൻ കഴിയാതെ വണ്ണം നിരാശയിലും. അങ്ങനെ അവിടെയുള്ള ഒരു പട്ടണത്തിലെ പൗരന്മാരെ പോയി കണ്ട് എനിക്കിവിടെയെങ്കിലും ഒരു ജോലി തരണമെന്ന് പറഞ്ഞു. ഒരു നേരത്തെ ആഹാരം കഴിക്കുവാൻ പോലും കഴിയാതെ വണ്ണം അവിടെ
പന്നിയിൽ കൊടുക്കുന്ന വാളറ തിന്നുപോലും വിശപ്പടക്കുവാൻ അവൻ ആഗ്രഹിച്ചു. അപ്പോഴാണ് അവന് സുബോധം വന്നത്, ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിലായിരുന്നപ്പോൾ എനിക്ക് 3 നേരത്തെ ആഹാരം, എനിക്ക് നല്ല വസ്ത്രം, എനിക്ക് എന്തെല്ലാം സൗഭാഗ്യം, എനിക്ക് പരിചരിക്കുവാൻ എന്തെല്ലാം ആൾക്കാരുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ വിട്ടിട്ടല്ലേ ഞാൻ എൻ്റെതായ ഇഷ്ടത്തിന് പോയത്, എൻ്റെതായ വഴി തിരഞ്ഞു പോയത്. എൻ്റെ അപ്പൻ്റെ വേലക്കാർ എത്രയും പേർ സന്തോഷത്തോടെ സമാധാനത്തോടെ ആഹാരം കഴിച്ച് ശേഷിപ്പിക്കുന്നു. ഞാനോ ഇവിടെ നിന്ന് കിടന്ന് വിശപ്പ് കൊണ്ട് എൻ്റെ ശരീരം മൊത്തം ചുക്കിച്ചുളിഞ്ഞ് പട്ടിണി കൊണ്ട് ഞാൻ കിടക്കുന്നു എന്ന് അവൻ ചിന്തിക്കുവാൻ തുടങ്ങി. അവന് സുബോധം തുടങ്ങി. അവൻ മനം തിരിയുവാൻ തുടങ്ങി. അവൻ മനം തിരിഞ്ഞു. അവൻ പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്നു, അപ്പ ഞാൻ നിന്നോട് മാത്രമല്ല, ഞാൻ സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഞാൻ നിൻ്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ വേലക്കാരൻ ഒരുവനെ പോലെ എന്നെ കാണണമേ എന്ന് അവൻ്റെ ഹൃദയത്തിൽ എനിക്കറിയാവുന്ന ഒരു ദേശത്ത് പോയെങ്കിലും അവൻ്റെ വീട്ടിലേക്കുള്ള വഴി അവന് മറന്നുപോയി. നമ്മൾ പലപ്പോഴും നമ്മുടെ പോയതായ വഴി നമ്മൾ മറക്കാറുണ്ട്. എന്നാൽ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഈ മകന് തൻ്റെ അപ്പൻ്റെ അല്ലെങ്കിൽ തൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയാണ് മറന്നു പോയിട്ടില്ല. വർഷങ്ങളായി കാണും ഈ അപ്പനെ വിട്ട് ദൂരദേശത്തേക്ക് ഏതാനും ചിലപ്പോൾ ഒരു 10-50 വർഷങ്ങൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10-25 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഈ മകൻ മടങ്ങി വരുന്നത്. അതിനുശേഷമായിരിക്കാം ഇവൻ മടങ്ങി വരുമ്പോൾ ഇവൻ ഈ ദേശമൊന്നും മറന്നു പോയിട്ടില്ല, അല്ലെങ്കിൽ അവൻ പാർത്തിരുന്ന അല്ലെങ്കിൽ അവൻ ജനിച്ച് വളർന്നതായ അവൻ്റെ ദേശം അല്ലെങ്കിൽ അവൻ്റെ പട്ടണമൊന്നും അവൻ മറന്നിട്ടില്ല. അതുകൊണ്ട് അവൻ അപ്പൻ്റെ അടുക്കലേക്ക് കടന്നു ഓടി വന്നു. അപ്പൻ ദൂരനേ കണ്ടു. ഏതപ്പനും അറിയാം തൻ്റെ മകൻ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദുഃഖിലായിരിക്കാം നിൽക്കുന്നത്, ചിലപ്പോൾ ഒരു മുഷിഞ്ഞ വസ്ത്രത്തിലായിരിക്കാം ഞാനിനി നിൽക്കുന്നത്. പക്ഷേ ഈ അപ്പൻ എങ്ങനെയെന്ന് അറിയാമോ? ഈ അപ്പൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നീ ഏത് വേഷത്തിൽ നടന്നാലും ഈ അപ്പൻ അറിയാം. നീ ഏത് വേഷത്തിൽ നിന്നാലും ഈ അപ്പന് നല്ലതുപോലെ അറിയും എൻ്റെ മകനാണ് അല്ലെങ്കിൽ എൻ്റെ മകളാണ്. നീ മുഷിഞ്ഞവനാണോ അല്ലെങ്കിൽ മുഷിഞ്ഞവളാണോ, നീ ഒന്ന് കർത്താവിന് പ്രശ്നമേ അല്ല. അവൻ നിൻ്റെ അടുക്കൽ വന്നിട്ട് പറയും. അവൻ നിൻ്റെ അടുക്കലേക്ക് വരും. അവൻ നിൻ്റെ അടുക്കൽ വന്നിട്ട് നിന്നെ അപ്പൻ ദൂരമേ വച്ച് ഈ മകനെ കാണുമ്പോൾ ഓടി അവൻ്റെ മുഖത്തുള്ള വിരൂപമായ അവൻ്റെ വസ്ത്രങ്ങൾ, അവൻ്റെ ശരീരം, ചിലപ്പോൾ ഒരുപാട് നാളായിരിക്കാം അവൻ ആഹാരം കഴിക്കാതെ കുളിക്കാതെ ഒക്കെ ആയിരിക്കാം അവൻ്റെ വേഷം. പക്ഷേ ഇതൊന്നും അപ്പന് അസംഖ്യമായിട്ട് തോന്നിയില്ല. അപ്പൻ ഓടിച്ചെന്ന് തൻ്റെ മകനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരുപാട് ചുംബനങ്ങളെ കൊടുത്തു കാണും. എൻ്റെ ചിന്തയാണ്, ഒരുപാട് ചുംബനങ്ങൾ കൊടുത്തു കാണും. മകനെ, നീ ഇത്ര നാൾ എവിടെയായിരുന്നു? ഇനി എവിടേക്ക് ഞാൻ അന്വേഷിച്ചു? ഇതിനെ അന്വേഷിക്കാത്ത പട്ടണങ്ങളില്ല, ദേശങ്ങളില്ല, രാജ്യങ്ങളില്ല. നീ എവിടെയായിരുന്നു പാർത്തത്? അപ്പോൾ മകൻ്റെ മറുപടി, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു എന്ന് പറയുവാനുള്ള മനോഭാവം. അപ്പോൾ കർത്താവ് പറഞ്ഞു, കാണാതെ പോയ എൻ്റെ മകൻ തിരിച്ചു വന്നിരിക്കുന്നു. അവന് ഇതുവരെ ലഭിക്കാത്ത സന്തോഷം അവൻ്റെ അപ്പൻ്റെ വീട്ടിൽ വന്നപ്പോൾ ലഭിച്ചു. ഒരുപാട് പൗരന്മാരുടെ വീട്ടിലേക്ക് പോയി അവൻ ചിലപ്പോൾ യാചിച്ചിരിക്കുകയാണ്. അവനെല്ലാം നാട്ടിയിറങ്ങി. എന്നാൽ അവൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഒരു രാജാവായി അവനെ ആനയിച്ചു കൊണ്ടുപോകുന്ന ഇതുവരെ ലഭിക്കാത്ത ഒരു സന്തോഷം. അവനെ ആനയിച്ചു കൊണ്ടുപോയി നല്ല വസ്ത്രം കൊടുത്തു, ചെരുപ്പിട്ട് കൊടുത്തു, കൈക്ക് മോതിരം അണിച്ചു, സന്തോഷം കൊടുത്തു, നല്ല ആഹാരം കൊടുത്തു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനാണ് മനുഷ്യപുത്രൻ വന്നത്. മനുഷ്യപുത്രനായി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്നത് നിന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്.
നിന്റെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ, നിന്റെ അനേകമായ തെറ്റിനെ ക്ഷമിക്കുവാൻ വേണ്ടിയാണ് ഈ ദൈവം നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നത് എന്നുള്ള പരമമായ സത്യത്തെ ഇന്ന് രാത്രി പകൽക്കാലം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. പ്രിയ സഹോദരങ്ങളെ, യേശുവിൻ്റെ സ്നേഹത്തെ നമുക്ക് കണ്ടെത്തുവാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. നമ്മൾ ലഭിക്കുന്ന ചിലപ്പോൾ ട്രാക്റ്റുകളിലായിരിക്കാം നമുക്ക് യേശുവിനെ പരിചയപ്പെടുവാൻ സാധിക്കുന്നു. നീ ആ ട്രാക്റ്റ് ഒന്ന് എടുത്ത് ഒന്ന് വായിച്ച് യഥാർത്ഥമായി എൻ്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ ഈ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു എന്ന് നീ മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ യാചനയുടെ ശബ്ദത്തിൻ്റെ മറുപടി തരുന്നതുണ്ട്. ഏത് പുസ്തകം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവനെ രക്ഷിക്കുന്നവനാണ് എൻ്റെ കർത്താവ്. മനസ്സ് തകർന്ന് തരിപ്പണമായി ഒരു കുപ്പി വിഷത്തിൽ ജീവിതം നശിപ്പിച്ച് കളയാം, അല്ലെങ്കിൽ ഒരു തുണ്ട് കയറിൽ ജീവിതം നശിപ്പിച്ച് കളയാമെന്ന് ശ്രമിക്കുന്ന അല്ലെങ്കിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിന്റെ ഹൃദയവേദന എന്താണോ അത് യേശുവിൻ്റെ ഒന്ന് പകർന്നുകൊള്ളു. ഒരിക്കലും ഒരിക്കലും മരിച്ചാൽ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്താൽ ഒന്നും ഇനി പരിഹാരമല്ല. നമ്മൾ ഈ ലോകത്ത് നമ്മുടെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അല്ലെങ്കിൽ നമ്മളിലേക്ക് പകർന്നതായ ആ ദൈവസ്നേഹം നമ്മൾ നഷ്ടപ്പെടുത്തി കളയാതെ ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിച്ചാൽ നമ്മളെ പ്രാണനെ കരുതുന്ന ദൈവമുണ്ട്. നമ്മളെ പ്രാണനെ കരുതുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ പ്രാണന് ഒരു ലോകത്തേക്കാൾ വിലയുണ്ട്. നമ്മുടെ ആത്മാവിന്, ഒരു മനുഷ്യൻ്റെ ആത്മാവിന് ഒരു ലോകത്തേക്കാൾ വിലയുണ്ട് എന്ന് വേദപുസ്തകം വ്യക്തമായി വിളിച്ചു പറയുന്നു. അതുകൊണ്ട് നമുക്കറിയാം, ധനവാൻ ലാസർ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ ധനവാൻ ആഡംബരത്തോടെ സുഖലോലിപനായി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു ധനവാൻ. അവൻ ഈ ലോകത്തുള്ള എന്തെല്ലാം പ്രൗഢീകരമായി ജീവിക്കുവാൻ കഴിയുമോ അതുപോലെ എല്ലാം അവൻ ജീവിച്ചു. എന്നാൽ ലാസർ എന്ന മനുഷ്യൻ ശരീരം മൊത്തം വ്രണം നിറഞ്ഞു, ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കുവാൻ നിവർത്തിയില്ലാതെ ധനവാടൻ്റെ വീട്ടിൻ്റെ പടിവാതിക്കൽ കിടന്ന മനുഷ്യനായിരുന്നു. പക്ഷേ അവൻ ആശ്വസിപ്പിക്കുവാൻ നായ്ക്കുട്ടികൾ വന്ന് അവൻ്റെ വ്രണത്തെ നക്കുമായി. അങ്ങനെ ആശ്വസിപ്പിച്ച് ഇരിക്കുമ്പോൾ ഒരു ദിവസം ധനവാൻ മരിച്ചു, ലാസർ മരിച്ചു. ധനവാൻ മരിച്ച് എവിടെ പോയി? യാതന സ്ഥലത്തിലേക്ക് പോയി. ലാസർ മരിച്ച് അബ്രഹാമിൻ്റെ മടിയിൽ പോയി, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോയി. യാതന സ്ഥലത്ത് കിടക്കുമ്പോൾ ധനവാന്റെ കണ്ണ് തുറക്കുമ്പോഴായിരുന്നു. ഭൂമിയിൽ നമ്മുടെ കണ്ണുകൾ തുറന്നില്ല എങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ കണ്ണ് തുറക്കുകൊണ്ടേ. ഇവിടെ നമുക്ക് പറയുന്നൊന്നും കേൾക്കുമ്പോൾ നമുക്ക് ചെവി ഉണ്ടാകത്തില്ല, കണ്ണിന് ചിലപ്പോൾ കാഴ്ച ലഭിച്ചെന്നിരിക്കത്തില്ല, നമുക്ക് ചിന്തിക്കുവാൻ നമ്മുടെ ചിന്തകൾക്കല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് ഗ്രാഹ്യം ഉണ്ടാകത്തില്ല. പക്ഷേ ഇവിടെ നിന്ന് നമ്മുടെ ആത്മാവ് പോയി കഴിഞ്ഞാൽ നമ്മൾ സകല മനുഷ്യരെയും. വർഷങ്ങൾക്ക് മുമ്പ് ധനവാൻ ജനിക്കുന്നതിന് മുമ്പും ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം. നമുക്കറിയാം, വിശ്വാസിയുടെ പിതാവാണ് അബ്രഹാം. ആ അബ്രഹാമിനെ വരെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അബ്രഹാമിൻ്റെ മടിയിൽ ലാസർ കിടക്കുന്നതായ ഈ കാഴ്ച കണ്ടം അബ്രഹാം പിതാവ് പറഞ്ഞു, മകനെ, നിന്റെ കാലഘട്ടത്തിൽ നീ സന്തോഷവും സമാധാനവും അനുഭവിച്ചു. ഈ ലാസർ നിന്റെ അടുക്കലുണ്ടായിരുന്നു, പക്ഷേ നീ അവനൊരു വസ്ത്രം കൊടുത്തോ, നല്ലൊരു ആഹാരം കൊടുത്തോ, നീ അവന് നല്ലൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു എന്നൊക്കെ ചോദിച്ചു. ഇല്ല, ഞാനൊന്നും ചെയ്തില്ല.
എന്നാൽ അവൻ ഇപ്പോൾ ഇവിടെ ആശ്വസിക്കുന്നു. നീയോ ഇവിടെ കിടന്ന് യാതന അനുഭവിക്കുന്നു, അല്ലെങ്കിൽ യാതന അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അല്ലല്ല അബ്രഹാം പിതാവേ, ലാസറിൻ്റെ വിരലിൻ്റെ അറ്റം മുക്കി എൻ്റെ താവിനെ തണുപ്പിക്കണമേ. അപ്പോൾ അപ്പോൾ പറഞ്ഞത്, ഞങ്ങൾക്ക് നിങ്ങൾക്ക് തമ്മിലൊരു വിടർപ്പുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാനോ അവിടെ നിന്ന് അങ്ങോട്ട് വരുവാനോ ആർക്കും സാധിക്കുകയല്ല. അങ്ങനെയാണെങ്കിൽ ധനവാൻ പറഞ്ഞു, എൻ്റെ സഹോദരന്മാർ ഈ ഭൂമിയിൽ, അല്ലെങ്കിൽ ഞാൻ അവിടെ ഭൂമിയിൽ താമസിക്കുന്നുണ്ട്, അവരും ഈ യാതന സ്ഥലത്തേക്ക് വരാതിരിക്കുവാൻ നീ ലാസറിനെ നീ അവിടെ അയക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്കവരെ കേൾക്കട്ടെ. ഭൂമിയിൽ നിന്നും അല്ലെങ്കിൽ ഇവിടെ സ്വർഗത്തു നിന്നും ഒരു ആൾ പോയി സംസാരിച്ചാലും ആരും രക്ഷപ്പെടത്തില്ല. വേദപുസ്തകം പറയുന്നു, മറ്റൊരുത്തിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ ഭൂമിയിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. അപ്പോസ്തലനായ പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് പറഞ്ഞതാണ്, മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല. അത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമം. ആ നാമത്തിൽ നാം പ്രാർത്ഥിച്ചാൽ നമുക്കൊരു വിടുതലുണ്ട്. ആ നാമത്തിൽ നമ്മൾ രോഗികളുമേൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ സൗഖ്യമുണ്ട്. ആ രോഗികളുമേൽ കൈവച്ചാൽ, അല്ലെങ്കിൽ ആ രോഗബന്ധനത്തിലായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ പൂർണ്ണമായൊരു സമാധാനവും സന്തോഷവും വിടുതൽ ലഭിക്കുവാനിടയായിത്തീരും. കർത്താവിൻ്റെ സ്നേഹം നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ, വിവരിക്കുവാൻ, ദൈവം ഈ ലോകത്തിലേക്ക് എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ നമ്മെ വീണ്ടെടുക്കുവാനാണ്, നമ്മെ രക്ഷയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഈ ദൈവം നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ആർക്കും തെറ്റിച്ച് കളയാൻ സാധിക്കില്ല. പുത്രൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ തരാമെന്ന് വാഗ്ദത്തം ചെയ്തവനാണ്. ലോകത്തിൽ നമുക്ക് ചിലപ്പോൾ പ്രയാസങ്ങൾ നേരിടാം, ദുഃഖങ്ങൾ നേരിടാം, നിരാശകൾ വന്നേക്കാം. പക്ഷേ ദൈവത്തോട് ചേർന്നിരുന്ന, ദൈവത്തോട് കൂടുതൽ അടുത്താൽ അവൻ നമ്മെ കരുതുവാനായി. നമുക്കറിയാം, വേദപുസ്തകത്തിൽ ഏറ്റവും പരിചയമാണ് അബ്രഹാം. അബ്രഹാമിൻ്റെ വിഗ്രഹ ആരാധിയായിരുന്നു അബ്രഹാം. പക്ഷേ ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുകയുണ്ടായി. കാണിപ്പാനിക്ക ദേശത്തേക്ക് പോകുവാൻ പറഞ്ഞു. അവൻ പുറപ്പെട്ടു. കർത്താവിൻ്റെ വാക്ക് ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചു. 75 വയസ്സ് വരെ മക്കളില്ലാതിരുന്നു. എന്നിട്ടും നിരാശയില്ലായിരുന്നു. 100ാമത്തെ വയസ്സിൽ തനിക്കൊരു തലമുറ ലഭിച്ചു. ആ തലമുറയെ കൊണ്ട് കർത്താവ് പറഞ്ഞു, മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കണം. അങ്ങനെ ഭാര്യയോട് ചോദിച്ചില്ല, ബന്ധുക്കളോട് ചോദിച്ചില്ല, ചർച്ചക്കാരോട് ചോദിച്ചില്ല, എൻ്റെ മകനെ കൊണ്ട് യാഗം കഴിക്കട്ടെ എന്ന് ചോദിച്ചില്ല. അവൻ അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ടു ബാല്യക്കാരെയും കൂട്ടി മോറിയ മലയിലേക്ക് പോകുവാൻ യാത്ര തുടങ്ങി. യാഗം കഴിക്കുവാനുള്ള ഹല്ലി വിറകും തൻ്റെ മകൻ്റെ ചുമലിലേക്ക് വെച്ച് മന്ദമന്ദമായി നടന്നുപോയി. മോറിയ മലയിലേക്ക് ഏകദേശം അടുക്കാറായപ്പോൾ തൻ്റെ സഹോദരന്മാർ പറഞ്ഞു, ഞാനും ബാലനും പോയി യാഗം കഴിച്ചിട്ട് മടങ്ങി വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ യാഗം കഴിച്ചിട്ട് മടങ്ങി വരാൻ വേണ്ടി ബാല്യക്കാരെല്ലാം ആ താഴെ നിൽക്കുവാനായി. അങ്ങനെ അവൻ്റെ കൊണ്ടുവന്ന വിറക് എന്ത് ചെയ്താമോ അബ്രഹാം മകൻ്റെ ചുവലിലേക്ക് വെച്ചു കൊടുത്തു, സഹാക്കിൻ്റെ മേൽ വെച്ചു കൊടുത്തു. അങ്ങനെ നടന്ന് അപ്പനും മകനും കൂടെ നടന്ന് മോറിയ മലയിലേക്ക് ഇനി യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുന്ന മധ്യത്തിൽ കർത്താവ്, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ മകൻ ചോദിക്കുകയാണ്, അപ്പ വിറകൊണ്ട് കത്തിയുണ്ട്, യാഗത്തിൻ്റെ മൃഗം എവിടെ? അബ്രഹാമിൻ്റെ ഹൃദയം വല്ലാതെ പിടയ്ക്കുകയായിരുന്നു.
ഒന്നിനൊരു മറുപടി കൊടുക്കുവാൻ സാധിക്കാതിരുന്നപ്പോൾ കർത്താവ് വേഗത്തിൽ തൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു കൊടുത്തു, മകനെ യഹോവ കരുതിക്കൊള്ളും, അവൻ യഹോവ കരുതിക്കൊള്ളുമെന്ന് പറയുകയായി. താനാണ് യാഗമൃഗമാണെന്ന് മകൻ ഒരിക്കലും ചിന്തിച്ചില്ല. അങ്ങനെ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഇസഹാക്ക് അബ്രഹാമിനെ കൂടെ വരുമായില്ല. തൻ്റെ മകനോടോ തൻ്റെ ഭാര്യയോടോ ഒന്നും പറയാതെ കർത്താവിൻ്റെ ശബ്ദം കേട്ട് ആ മോറിയ മലയിലേക്ക് തൻ്റെ മകനെ കൊണ്ട് യാഗം കഴിപ്പിക്കുവാൻ പോയി. അങ്ങനെ അവൻ വിറകടുക്കി തൻ്റെ മകനെ കൈയും കാലും കെട്ടി ആ യാഗമൃഗത്തിൻ്റെ മേൽ അല്ലെങ്കിൽ യാഗ വസ്തുവിൻ്റെ മേൽ തൻ്റെ മകനെ കിടത്തിയിട്ട് മുകളിലേക്ക് ഒന്ന് കണ്ണുയർത്തിയിട്ട് അബ്രഹാം കത്തി ഓങ്ങിയത്, അബ്രഹാമേ അബ്രഹാമേ ബാലിൻ്റെ മേൽ കൈവയ്ക്കരുത്, ഇതനേകതാന മകനെ തരുവാൻ പഠിക്കേ കൊണ്ട് നീ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയായിട്ട്. അങ്ങനെ അവിടെ അബ്രഹാം തൻ്റെ മകനെ രക്ഷിച്ചു. കണ്ണീര് കൊണ്ട് അപ്പൻ മകനെ കെട്ടിപ്പിടിച്ചു. തൻ്റെ മകനെ ദൈവം മടക്കി തന്നതിൻ്റെ സന്തോഷം. അങ്ങനെ ആ കാട്ടിൽ ഒരാട് കുരുങ്ങിക്കിടന്നു. അതിനെ എടുത്തു കൊണ്ടുവന്ന് യഹോവയ്ക്ക് യാഗം അല്ലെങ്കിൽ ഈ ആരാധന കഴിച്ച് മടങ്ങി വരുന്ന ഈ സന്ദർഭകഥ അല്ലെങ്കിൽ ഈ സംഭവം തൻ്റെ ഭാര്യക്കാരോടും തൻ്റെ ദേശങ്ങളോടും പട്ടണങ്ങളിലൊക്കെയും പറയുകയായി. അതുകൊണ്ടാണ് വിശ്വാസികളുടെ പിതാവാണ്. അതുകൊണ്ടാണ് എബ്രായരുടെ ലേഖനം പറയുന്നത്, എബ്രായത്തിലേഖനം പറയുന്നത്, വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. ഹല്ലേലൂയ. വിശ്വാസത്താൽ നോഹ അതുവരെ അരുളപ്പാട് ലഭിച്ചിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ 40 രാവും 40 പകലും ദേശത്ത് മഴ പെയ്യും, അതുകൊണ്ട് നീ ഒരു പെട്ടകമുണ്ടാകണം. അങ്ങനെ അതിന് അളവ് കൊടുത്തു, അതിന് കാര്യങ്ങളൊക്കെയും ചെയ്യുവാൻ പദ്ധതി പ്ലാൻ എല്ലാം കൊടുത്തു. അപ്പോൾ നോഹ ദേശങ്ങളിൽ പറഞ്ഞു, 40 രാവും 40 പകലും ദേശത്തൊക്കെയും മഴ പെയ്യാൻ പോകുന്നു, നിങ്ങൾ അതുകൊണ്ട് രക്ഷപ്പെടണമെന്ന്, ഞാൻ ഉണ്ടാക്കുന്ന പെട്ടകത്തിൽ വന്ന് കയറണമെന്ന് പറയുകയായി. പക്ഷെ ഒരു വ്യക്തി പോലും ചെവി കൊണ്ടില്ല. അബ്രഹാം അല്ലെങ്കിൽ നോഹ ഉണ്ടാക്കിയതായ പെട്ടകത്തിൽ സഹായിക്കുവാൻ ഒരുപാട് ആൾക്കാർ വന്നു കാണും. പക്ഷേ ആ നോഹയുടെ വാക്ക് ആരും കേട്ടില്ല. ഇവര് വട്ടമുണ്ട്, ഇതുപോലെ ദേശത്ത് മഴ പെയ്യുന്നില്ല, ദൈവം പറഞ്ഞിട്ടാണ് ദേശത്ത് മഴ പെയ്യുമ്പോൾ എന്നൊക്കെ ഒരുപാട് പരിഹാസങ്ങൾ നോഹയെക്കുറിച്ച് പറഞ്ഞു കാണും. പക്ഷേ നോഹ ഇതൊന്നും സാരമാക്കിയില്ല. കർത്താവ് അതിനോട് പറഞ്ഞതുപോലെ തന്നെ പെട്ടകമുണ്ടായി. അങ്ങനെ സകല മൃഗങ്ങളും സകല നൽകാലികളൊക്കെയും ഈ പെട്ടകത്തിൽ കയറുകയായി. ആ പെട്ടകത്തിൽ കയറി നോഹയും കുടുംബമല്ലാതെ വേറെ ആരും ആ പെട്ടകത്തിൽ കയറി. അങ്ങനെ പെട്ടകത്തിൻ്റെ വാതിൽ ആരടച്ചെന്നറിയുമോ? ദൈവം അടക്കിയിട്ടുണ്ട്. നോഹയാണ് അടച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ദൈവം ചിലപ്പോൾ ആരെങ്കിലൊക്കെ ഓടി വന്ന നോഹ എന്ത് ചെയ്യും? ചിലപ്പോൾ തുറക്കും. ഇല്ല, ഞാനായാലും ചിലപ്പോൾ തുറക്കും. എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് പറഞ്ഞെങ്കിൽ നമ്മൾ ബസ്സിൻ്റെയൊക്കെ ഡോറ് തുറന്നു കൊടുക്കൂല ആരെയൊക്കെ ഓടി കയറാൻ വേണ്ടി. KSRTC ബസ്സിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിലൊക്കെ നമ്മൾ കാണാറില്ലേ? ബസ് നമ്മൾ സ്റ്റോപ്പിൽ നിർത്തിയിട്ട് ബസ്സിൽ നിർത്തി ആൾ കയറി കഴിഞ്ഞ ശേഷം ബസ് കുറച്ച് മുന്നോട്ടെടുത്തു. അപ്പോൾ പെട്ടെന്ന് ഒരാൾ കൈ കാണിച്ച് വണ്ടി മുന്നോട്ട് പോയി. അപ്പോൾ ആൾ കയറാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യും? ഡോറ് തുറന്നു. അതുപോലെ നോഹ ചിലപ്പോൾ ചെയ്യും എന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും ദൈവം എന്ന് പറഞ്ഞു, നീ പെട്ടകത്തിൻ്റെ ഡോർ നീ അടയ്ക്കണ്ട, അല്ലെങ്കിൽ നീ കതക് നീ അടയ്ക്കണ്ട, ഞാൻ അടച്ചു. അങ്ങനെ ഡോർ അടച്ചു, ദൈവം അടച്ചു. അങ്ങനെ 40 രാവ് 40 പകൽ ദേശത്ത് എന്ത് മഴ പെയ്യും. മൂക്കിൽ ശ്വാസമുള്ള സകല മനുഷ്യർ അത് മരിക്കുകയായി.
അങ്ങനെ 40 രാവ് 40 പകലും ഭൂമിയിൽ ദേശത്തൊക്കെയും മഴ പെയ്ത്. അപ്പോൾ നോഹയ്ക്ക് ഈ 40 ദിവസം 40 പകലും താമസിക്കുവാൻ എല്ലാ സൗഭാഗ്യങ്ങളും അവിടെ ആയിരുന്നു ഈ പെട്ടകം ഉണ്ടാക്കിയത്. ആ പെട്ടകമുണ്ടാക്കി അതിൽ നാൽക്കാലികൾക്കും മൃഗങ്ങൾക്കും എല്ലാ ആഹാരം കൊടുക്കുവാൻ എല്ലാ സൗഭാഗ്യങ്ങളും അതിൻ്റെ അകത്ത് ഒരുക്കി വെച്ചിട്ടാണ് ദൈവം ദേശത്ത് മഴ അയച്ചത്. ഭൂമിയിൽ നിന്ന് മാത്രമല്ല, ആഴിയിൽ നിന്നും ഭൂമിയിൽ നിന്നൊക്കെ ഈ വെള്ളം പൊങ്ങി. അവർ ചിലപ്പോൾ ചിന്തിച്ച് കാണും, നോഹ വന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നോഹയുടെ വാക്ക് കേട്ടില്ല. അവൻ ഒരുപാട് നാളുകൾ അല്ലെങ്കിൽ ഒരുപാട് ദിവസം ഞങ്ങളോട് വന്ന് പറഞ്ഞു, ഞങ്ങൾ ഒരു വാക്ക് കേട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ ആരും അവൻ്റെ വാക്കിന് ചെവി കൊടുത്തില്ല എന്ന് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ നോഹയും കുടുംബവും മാത്രം രക്ഷപ്പെടുകയായി. നമുക്ക് രക്ഷപ്പെടുവാൻ ചിലപ്പോൾ നമുക്കൊരു വള്ളിയായിരിക്കാൻ ലഭിക്കുന്നു. നമ്മൾ ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു പുഴയിലേക്ക് വീണു എന്ന് വിചാരിച്ചോളാം. നമുക്ക് ചിലപ്പോൾ പിടിച്ച് കയറാൻ ചിലപ്പോൾ ഒരു വള്ളിയായിരിക്കാം ഉള്ളത്. ആ വള്ളിയിലേക്ക് പിടിച്ച് നമ്മൾ വേഗത്തിൽ കയറി വയ്ക്കുക. നമുക്കറിയാം, ഇടയ്ക്കൊരു കേട്ടതായൊരു അല്ലെങ്കിൽ വായിച്ചതായൊരു സംഭവ കഥയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ഒരു ദിക്കിൽ അകപ്പെട്ടു പോയി. ഒരു ഭക്തനായ മനുഷ്യനാണ്. ആ മനുഷ്യൻ വന്നു പറഞ്ഞ് വിചാരിച്ച് ദൈവം എന്നെ രക്ഷിക്കട്ടെ, ദൈവം എന്നെ രക്ഷിക്കും. അപ്പോൾ ഇവ ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ ഈ ഭക്തൻ ഒറ്റപ്പെട്ട് ഈ ഭവനത്തിലായിരിക്കുന്നു അല്ലെങ്കിൽ ദ്വീപിലായിരിക്കുന്നു. 1, 2, 3 പ്രാവശ്യം ഈ ദ്വീപിൽ വന്നപ്പോൾ കപ്പലുള്ള യാത്രക്കാരൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് പുറത്ത് വരില്ല? ഇല്ല, കുഴപ്പമില്ല, ഞാൻ വന്നോളാം. 2, 3 പ്രാവശ്യം വന്നു. അപ്പോൾ ഈ മനുഷ്യനെ എന്ത് ചെയ്യുന്നറിയാമോ? ദേഷ്യം. ഈ മനുഷ്യൻ ഓടിപ്പോയി തൻ്റെ മുറിക്കുള്ളിൽ മുട്ടുമടക്കി, കർത്താവേ, ഞാൻ ഈ ദ്വീപിൽ ഒറ്റപ്പെട്ടവനായി നിൽക്കുക, നീ എന്നെ രക്ഷപ്പെടുത്താൻ എന്തുകൊണ്ട് വന്നില്ല? കർത്താവ് അവനോട് ചില മണ്ട, ഞാൻ 3 പ്രാവശ്യം നിൻ്റെ അടുക്കൽ ഞാൻ വന്നു. എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ, കപ്പൽ ദ്വീപുകളിലുള്ള ആൾക്കാരെ വിട്ട് ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ നീ വളരെ അഹങ്കാരത്തോടെ പരിഹാസത്തോടെ നീ പറഞ്ഞ് ഞാൻ വരുന്നില്ല. 2ാമത്തെ പ്രാവശ്യവും നിന്നെ ഞാൻ വിളിച്ചു, നിൻ്റെ പ്രാർത്ഥന കേട്ട് ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ 3ാമത് ആളെ വിട്ട് ഞാൻ അയച്ചു. പക്ഷെ നീ 2ാമത് ഞാൻ വിളിച്ചിട്ട് നീ വന്നില്ല. 3ാമത് ഞാൻ നിന്നെ ആളെ വിട്ട് നീ രക്ഷപ്പെടാൻ. പക്ഷെ നീ അപ്പോഴും നേരത്തെ പറഞ്ഞ അതേ കാര്യം പറഞ്ഞവരെ അങ്ങ് പറഞ്ഞു നടക്കി. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലേ. ദൈവം നമ്മളെ വിചാരിക്കുമോ നമ്മളെ വായിൽ ചിലപ്പോൾ കൊണ്ട് സ്വർണ്ണക്കാരൻ വെച്ചതായിരുന്നില്ല. ദൈവം നമ്മളോട് പ്രവർത്തിക്കും. ദൈവം മക്കളോടെങ്കിലും ദൈവം ആരോടെങ്കിലും പ്രവർത്തിക്കും. നിനക്ക് ചിലപ്പോൾ കഴിക്കുവാൻ ആഹാരമില്ലാത്ത ഇരിക്കുന്ന സാഹചര്യമായിരിക്കും. നിൻ്റെ കൂടെ ചിലപ്പോൾ നിനക്ക് പരിചയമില്ലാത്ത അല്ലെങ്കിൽ നിനക്കുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആരായെങ്കിലും ആയിരിക്കും നിനക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചത്. വേദപുസ്തകം പറയുന്നു, ഗുരു നിത്യജീവനാകുന്ന അവകാശമാകാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ എൻ്റെ അപ്പനും അമ്മയും ബഹുമാനിക്കുക, കൊല ചെയ്ത്, വ്യഭിചാരം ചെയ്ത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി ചെയ്യരുത്, ഒക്കെ ഒരു നീണ്ട പട്ടിക അങ്ങ് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞത്, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതൊക്കെ വിറ്റ് ഈ ദരിദ്രന്മാർക്ക് കൊടുക്കാം. എന്നാൽ നിനക്ക് എന്ത് ചെയ്യും? സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാവുക. എൻ്റെ നിക്ഷേപം ഉള്ളിടത്ത് എൻ്റെ ഹൃദയം ഇരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയും. നമ്മുടെ നിക്ഷേപം എവിടെയാണ്? നമ്മുടെ കാനറ ബാങ്കിലോ അതായത് SBIയിലോ അല്ലെങ്കിൽ ലോക ബാങ്കുകളിലായിരിക്കും നമ്മുടെ നിക്ഷേപങ്ങൾ. നമ്മൾ ഈ ലോകത്ത് സ്വരൂപിക്കുന്നതായ നിക്ഷേപം നമ്മൾ സ്വരൂപിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ ഇങ്ങനെയുള്ള ബാങ്കുകളിലായിരിക്കും. എന്നാൽ യഥാർത്ഥമായി കർത്താവ് പറഞ്ഞ നമ്മുടെ നിക്ഷേപം എവിടെ വേണം? സ്വർഗത്തിൽ വേണം. സ്വർഗത്തിൽ നമ്മുടെ നിക്ഷേപം വെച്ചാൽ നമ്മുടെ നിക്ഷേപ പാത്രങ്ങളെ നിറയ്ക്കുവാനായി
ആ നിക്ഷേപ പാത്രങ്ങളെ നിറഞ്ഞു കവിയുവാൻ ദൈവത്തിന് സാധിക്കും. നമ്മൾ ഓടുന്നത്, അധ്വാനിക്കുന്നത്, നമ്മൾ ഇന്ന് രാവിലെ നമുക്ക് ഉറക്കം എടിക്കുവാൻ ദൈവം ഭാഗ്യം ഒരുക്കിയില്ലേ? കഴിഞ്ഞ രാത്രി കണ്ടവർ ചിലപ്പോൾ ഈ പകല് പോലും കാണാൻ കഴിയാതെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. എത്രയോ പേർ, എത്ര പേർ, എത്രയെത്ര കുടുംബങ്ങൾ അല്ലെങ്കിൽ എത്രയെത്ര വ്യക്തിജീവിതങ്ങൾ കണ്ണീരിൻ്റെയും ദുഃഖത്തിൻ്റെ നിരാശയിലായിരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കും സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ പകല് കാണുവാൻ, ഈ ഉച്ച സമയം കാണുവാൻ, ഈ രാത്രിയാമം കാണുവാനൊക്കെ ഈ ദൈവ ഭാഗ്യം ഒരുക്കിയില്ലേ? നമ്മൾ വിചാരിക്കും നമ്മളെ കഴിവാണ്, നമ്മളെ മിടുക്കാണ്, നമ്മളെ ഭക്തിയാണ്, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഞാൻ ഇനി പകൽക്കാലം നിൽക്കുന്നതൊക്കെ നമ്മൾ അഹങ്കാരങ്ങൾ പറയാറുണ്ട്. നമ്മൾ പറയുന്നത് നമ്മുടെ അഹങ്കാരം അല്ല, കർത്താവിൻ്റെ കഴിവ്, നമ്മുടെ കഴിവല്ല, കർത്താവിൻ്റെ ദയയാണ്. പ്രഭാതം കണ്ട് ഉണരാൻ നമുക്ക് ദൈവഭാഗ്യമൊരു നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഹല്ലേലൂയ, ഇന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു, അയ്യോ ദൈവമേ, ഇന്ന് പകൽക്കാലം എന്നെ കരുതിയില്ലേ, ആരോഗ്യം തന്നില്ലേ, ആയുസ് തന്നില്ലേ. നമ്മൾ ശ്വസിക്കുന്നതായ ശ്വാസം അത് മുകളിൽ നിന്ന് താഴോട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ലേ? മനുഷ്യൻ്റെ അവസ്ഥ എന്തായിത്തീരും? അതുകൊണ്ടാണ് മോശ സങ്കീർത്തനങ്ങളിൽ പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ഏറിയ 70 അല്ലെങ്കിൽ 80, അതിന് പ്രതാപമോ കഷ്ടതയും ദുഃഖവുമാണ്. ഒരു മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയണം. നമ്മൾ യൗവനക്കാരായിരിക്കുമ്പോൾ നമ്മൾ അടിച്ച് പൊളിച്ച് ഈ ലോകത്ത് ജീവിക്കാമെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഒരു പരിധി വരെ നമുക്ക് അടിച്ചു പൊളിക്കാൻ കഴിയും. ഒരു കാലഘട്ടം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു 50, 60, 70 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ നമ്മളത് ഈ മറ്റുള്ള സഹായത്തില്ലാതെ നമുക്ക് നടക്കാൻ കഴിയത്തില്ല, യാത്ര ചെയ്യാൻ പറ്റത്തില്ല, ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ ആരെങ്കിലും സഹായം വേണം, മരുന്നെടുത്ത് കഴിക്കണമെങ്കിൽ ആരെങ്കിലും സഹായം വേണം. ആരെങ്ങളുടെ ദൈവദാക്ഷിണ്യം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഒരു കാലഘട്ടം വരും. ഈ പറയുന്ന ഞാനായാലും കേൾക്കുന്ന നിങ്ങളായാലും നമ്മൾ വിചാരിക്കും, എന്ന് നമ്മളിങ്ങനെ ആരോഗ്യത്തോടെ ആയുസ്സോടെയൊക്കെ ഇരിക്കുമെന്നുള്ള ചിന്തയാണ് നമ്മൾ. അല്ല, ചിലപ്പോൾ ഒരു ചെറിയൊരു പനി വന്നാൽ മതി, അല്ലെങ്കിൽ ചെറിയൊരു രോഗം വന്നാൽ മതി, മനുഷ്യൻ തളർന്നു പോകാറുണ്ട്. രോഗം കൊണ്ടെങ്കിൽ തളർന്ന് വീഴാറുണ്ട്. എന്നാൽ നമ്മൾ യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, യഥാർത്ഥമായി ദൈവത്തെ കരുതുന്നുവെങ്കിൽ, ആ ദൈവ സ്നേഹത്തിൽ നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ രോഗക്കിടക്കയിൽ നിന്ന് നമ്മെ താങ്ങുന്നു. കർത്താവ് പറഞ്ഞ നിന്നെ നരയ്ക്കോളം ചുമക്കാം. നമ്മുടെ നര വരുമ്പോൾ, നമ്മുടെ ശരീരത്തിൽ നര വരുമ്പോൾ നമ്മളെ ചുമക്കാമെന്ന് നമ്മുടെ കർത്താവ് വാക്ക് പറയുക. ഏത് പുസ്തകം പറയുന്നു? ബാലൻ നടക്കേണ്ട വഴികളെന്ന് അഭ്യസിക്കാം, എന്നാൽ വൃദ്ധനായാലും വിട്ടുപോകുകയില്ല. അപ്പം ബാലൻ അവൻ ജനിച്ച് വീണ് അവൻ അറിവായി അവൻ തുടങ്ങുമ്പോൾ നമ്മളെന്ത് ചെയ്യണം? വേദപുസ്തകത്തിലെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ്, പാട്ടുകൾ പഠിപ്പിച്ച്, സൺഡേ സ്കൂളൊക്കെ ഇരുത്തി വേദപുസ്തകത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ വ്യക്തി വയസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ പഠിച്ചതൊന്നും അല്ലെങ്കിൽ മനസ്സിലാക്കിയതൊന്നും മറന്നു പോകത്തില്ല എന്നാണ് വിശുദ്ധ വേദപുസ്തകം ശക്തമായി വിളിച്ചു പറയുന്നത്. അതുകൊണ്ടാണ് ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിക്കും. അവൻ നടക്കേണ്ടതായ ഏത് വഴിയാണ്? തെറ്റായ പോണ വഴിയാണോ അവൻ പോകുന്നത്? മകന്, നിൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല, നീ പോകുന്ന വഴി ശരിയല്ല, നീ പ്രവർത്തിക്കുന്ന കാര്യം ശരിയല്ല